നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ട നിമിഷം കണ്ണുകളെ ദിവസങ്ങളിൽ അടച്ച് ഇന്ന് പകൽക്കാലം ആരാധനയ്ക്കായി തന്നെ ദൈവസന്നിധാനത്തിൽ ഒരുങ്ങുക. ഇന്ന് പകൽക്കാലത്ത് വിശുദ്ധ ആരാധന അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. ഈ വർഷത്തിന്റെ പ്രാരംഭ ഞായറാഴ്ച നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് 2025 പ്രവേശിപ്പാൻ എത്രത്തോളം നടത്തി ഈ വർഷം നമുക്ക് അനുഗ്രഹമാക്കി കർത്താവ് തീർക്കുന്നതിനാൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഈ പ്രാരംഭ ഞായറാഴ്ച വർഷക്കാലം ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് നന്ദി പറയുകയും ഈ വർഷക്കാലം നമ്മെ ദൈവം നടത്തേണ്ടതിനായി ദൈവസ്ഥലത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്ന ദൈവത്തിന് ഹൃദയംഗമായി നന്ദി കരയുകയും സ്തുതി സ്തോത്രയാണ് ദൈവത്തിൽ കരയറ്റാം. Let us thank God for enabling us to enter into the new year, and this year 2025 shall be a blessing in our lives. Let us pray together. Let us give glory to God's holy name. Hallelujah. Let us praise His holy name. Hallelujah. 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 കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സ്തുതിക്ക് യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യൻ. സ്വർഗ്ഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവസന്നിധാനത്തിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അവിടുത്തെ കരങ്ങൾ നൽകി തരുന്നു. ഹല്ലേലൂയ. 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 സ്വർഗ്ഗീയ പിതാവേ, തിരുസന്നിധിയിൽ അവിടുത്തെ മക്കളായ ഞങ്ങൾക്ക് കൂടി വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, പ്രത്യേക വിശുദ്ധ ആരാധനയായി ദൈവസഭയായിട്ട് അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് തരുന്ന കൃപയ്ക്കായി സ്തോത്രം. 2025 പ്രവേശിപ്പാൻ ഞങ്ങൾ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ പുതുവർഷത്തിന്റെ പ്രാരംഭ ഞായറാഴ്ച വിശുദ്ധ പകൽക്കാലം ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ കൂട്ടായ്മയോട് അനുഗ്രഹിക്കണമേ. ആരാധനയിൽ ദൈവമഹത്വം വെളിപ്പെടണമേ. തിരുരക്തത്താൽ കഴിയുന്ന ശുദ്ധീകരിച്ചാട്ട് ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ ആദായങ്ങളും പോരായ്മകളൊക്കെ ക്ഷമിച്ച് തിരുസന്നിധിയിലേക്ക് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാനുള്ള ആ ദൈവനീതിയാൽ ഞങ്ങളെ കഥാവെ അവിടുന്ന് കഥാവെ പൊതുവിമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഹല്ലേലൂയ സ്വതപുണ്യ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ഇന്ന് പകൽക്കാലം ഭയഭക്തിയോടെ സന്നിധിബോധത്തോടെ ഏകാഗ്ര ഹൃദയത്തോടെ ദൈവസല്ലായിരിക്കാൻ സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിപ്പാൻ ഹല്ലേലൂയ വലിയ വിടുതലുകൾ ഞങ്ങൾ പ്രാപിപ്പാൻ കർത്താവ് ഇടയാക്കണം. ശാരീരികമായി ക്ഷീണങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അവരെല്ലാം ഇത് പകൽക്കാലം ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. പാടുവാനും പ്രാർത്ഥിപ്പാടും കൃപ നൽകി തരണം. അനുഗ്രഹിക്കപ്പെട്ട പ്രബോധനങ്ങൾ, സാക്ഷ്യങ്ങൾ, ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞങ്ങൾക്ക് വേണ്ടിയോട് നയിക്കണമേ. അതിനായി ഞങ്ങൾ എത്രക്കരങ്ങളിൽ സമർപ്പിക്കുന്ന ആരാധന ഞങ്ങൾക്ക് വിടുതലായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ. ആദ്യോടൊന്ന് പരിശുദ്ധാത്മാവിനെ നയിക്കും. മാനവ മഹത്വം അങ്ങയ്ക്ക് യേശു കഥാവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കഥാവിൽ വന്ദനം ഉണ്ടായി. കരങ്ങളെ തട്ടി ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ പാപമെല്ലാം പോക്കി നമ്മുടെ ശാപമൊക്കെ മാറ്റി നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നമ്മൾ ഏൽക്കേണ്ടതായുള്ള ശിക്ഷ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ സ്നേഹം ഓർക്കുമ്പോൾ യേശുവോട് ചേർന്നിരിക്കാൻ പ്രബോധമേ, യേശുവിനായി ജീവിക്കുന്ന ഭാഗ്യമേ എന്ന് പാടി ആ പഴയ ഗാനം പാടി യേശുവോട് ചേർന്നിരിപ്പത് പ്രബോധമേ, യേശുവിനായി ജീവിക്കുന്നത് ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പത് പ്രബോധമേ, യേശുവിനായി ജീവിക്കുന്നത് ഭാഗ്യമേ. ആശവന്നോടെന്നു നിന്നു വർദ്ധിച്ചിടുന്നേ, ആശവന്നോടെന്നു നിന്നു വർദ്ധിച്ചിടുന്നേ, ആശവന്റെ കൂടെ വാഴ കാക്ഷിച്ചിടുന്നേ, ആശുവന്റെ കൂടെ വാഴ കാക്ഷിച്ചിടുന്നേ. യേശുവോട് ചേർന്നിരിപ്പത് പ്രബോധമേ,
നമുക്ക് അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കാം. അടുത്ത കാരണം ചേർന്ന് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റുകൊണ്ട് ദൈവത്തെ പാടി ആരാധിക്കാം. കർത്താവിന്റെ നാമം അത്ഭുതകരമായ നാമമാണ്. അതിശയകരമായ നാമമാണ്. ഇന്ന് പകൽക്കാലം നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ യേശുവിന്റെ നാമത്താൽ സാധ്യമായതാകിയാൽ നാം ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അത്ഭുതമാർന്ന കർത്താവിന്റെ നാമം നമ്മിൽ വെളിപ്പെടുവാനിടയാകട്ടെ. സ്തോത്രം. വെള്ളിയും പൊന്നുമല്ല, ക്രിസ്തുയേശുവിന്റെ നിർമ്മല രക്തം നമ്മെ വീണ്ടെടുത്തു. ഇന്ന് പകൽക്കാലം ആ നാമത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കും. ഇന്ന് പകൽക്കാലം ദൈവസ്ഥാനത്തിൽ ശരീര ക്ലേശങ്ങളുടെ ദൈവം നമുക്ക് വിടു നൽകുന്നതാണ്. ദൈവത്തെ സ്തുതിച്ചാണ്. നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ ദൈവം നീട്ടുന്നതാണ്. ദൈവത്തെ സ്തുതിച്ചാണ്. പല പ്രിയപ്പെട്ട ശരീര ക്ലേശങ്ങളാൽ ഭാരപ്പെടുന്നു. ഇന്ന് പകൽക്കാലം അത്ഭുതകരമായ യേശുവിന്റെ നാമത്താൽ അവിടുത്തെ അടിപ്പിടലുള്ള സൗഖ്യം ഇന്ന് പകൽക്കാലം സാധ്യമാകുന്നതിനാൽ യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിയിടാം. ചേർന്ന് പാടി കരകളെ തട്ടി സത്യത്തിലും ആത്മാവിലും നമുക്ക് ദൈവത്തെ ആരാധിക്കാം. God.
Yeah.
കർത്താവേ ഞങ്ങൾ സ്തുതി. Praise the Lord, praise the Lord. Most gracious and loving Father, we praise and thank you, Lord, Praise for this you, time that you've given us, Lord. Hallelujah. Thank you for the blessed time, Lord. Hallelujah. Hallelujah. Thank you for bringing us all under thy presence safe and sound, Lord. Hallelujah. Praise the Lord, praise the Lord. Hallelujah, Lord. We are gathered in thy presence, Lord, to worship the true God, for that we praise and thank you, Lord. Hallelujah. Thank you for all the grace you have provided us, Lord, Father. Thank you for being in our presence, Lord. Hallelujah. Hallelujah, Lord. Lord, thank you for coming into the midst of the worship service, Lord. Filling us with the Holy Spirit, for that we praise and thank you, Lord. Hallelujah. In a mighty manner, your presence, Lord, was able to manifest in amongst us, Lord. We praise and thank you, Lord. Hallelujah. Many have gathered over here, Lord, Father. Lord, to comfort us, Lord. All the questions we answered, Lord. Hallelujah. We submit the coming rest of the meetings under thy hands, Lord. Hallelujah. Lord, the sermon service under thy hands, Lord. The memory words, Lord. Bless our children, Lord. Hallelujah. Praise God. We bless the Sunday school for that. Praise and thank you, Lord. Hallelujah. Once again, Lord. Hallelujah. We submit all these things, Lord, under thy hands, Lord. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Lord, in our comings and goings, be with us, Lord. Hallelujah. Praise the Lord. Hallelujah. When we hear the word of God, help us to, Lord, look into our hearts and change ourselves, Lord. Hallelujah. Praise the Lord. Let it be a new revival for us, Lord. Hallelujah. Let us not go the way we have come over here, Lord Father. Help us to receive thy word, Lord Father. Energize thy Lord Father. Let it help us to have a commitment to change our lives, Lord. Hallelujah. We submit all these things under thy hands. We also do have a general meeting under thy general meeting under thy hands, Lord. Bless it, Lord. Hallelujah. In Jesus' name we ask. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ദിവസം എഴുന്നേൽക്കാം. 65-ാം സങ്കീർത്തനം വാക്യപ്രകാരമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 65. We will read this psalm responsively and give glory to God. Hallelujah. 65-ാം സങ്കീർത്തനം Psalm 65. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു. നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. ഭൂമിയുടെ എല്ലാ ആളുകൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോട് ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ചു നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ബേശിപ്പുറങ്ങളിരിക്കുന്നു, താഴ്വകൾ ധാന്യം കൊണ്ട് കൂടിയിരിക്കുന്നു, അവയാർക്കുകയും പാടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. സംവത്സരത്തെ തന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഈ 2025 പ്രാരംഭ ഞായറാഴ്ച ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സംവത്സരത്തിൽ അങ്ങയുടെ നന്മയാൽ, ഹല്ലേലൂയ, അവിടുത്തെ വിടുതലാൽ, അവിടുത്തെ കരത്താൽ അനുഗ്രഹിച്ച് ഞങ്ങൾ നൽകി തരണം പ്രാർത്ഥിക്കാൻ എല്ലാവരും കരകളെ സ്തുതിച്ചാണ്. 2025 പ്രാരംഭ ഞായറാഴ്ച ദിവസത്തിൽ നിന്നുകൊണ്ട് ആരോഗ്യത്തോടെ, ബലത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവിന്റെ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Let us thank God for bringing us to this new year. And the first Sunday, we are in the presence of God. Let us pray that, oh God, you crown this year with your bounty. Hallelujah. You crown this year, you crown this year with your blessings, oh Master. Hallelujah. Praise God, with abundance and with prosperity. Hallelujah. ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗീയ പിതാവേ, ഇത് പകൽക്കാലം നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ദിവസമായിരിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കൈകളെ തിരുസന്നിധിയിൽ പരത്തി അവിടുത്തെ അനുഗ്രഹത്തിനായി ഞങ്ങളെ തന്നെ തിരുക്കരങ്ങളിൽ നൽകുകയാണ്. ഈ വർഷത്തിന്റെ പ്രാരംഭ വിശുദ്ധ പകൽക്കാലം ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് സത്യത്തിലും ആത്മാവിനെ ആരാധിക്കുവാൻ അവിടുത്തെ ജനത്തെ കൂട്ടിവരുത്തിയല്ലോ. അതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കണമേ. സകലകാരോട് ചേർന്ന് ഇന്ന് പകൽക്കാലം പാടുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. അവിടുത്തെ നാമത്തെ ഞങ്ങൾ ഉയർത്തുകയാണ്. തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ അത് നന്മയാൽ അലങ്കരിക്കണമേ, അനുഗ്രഹിക്കണമേ, ഞങ്ങളെ വിടുവിക്കണമേ, സഹായിക്കണമേ.
2025 ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങ് സ്തുതിക്ക് യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യൻ. അവിടുത്തെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങ് ആരാധന കരയേറ്റുന്നു. ഇതുപോലെ ദിവസത്തായി ഇതെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ക്ഷീണങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കണമേ. വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, മാനവും മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ എല്ലാവരും ദിവസത്തിലിരിക്കാമല്ലോ. ഹല്ലേലൂയ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പകൽക്കാലം ദൈവസന്നിധാനം നമുക്ക് കടന്നു വന്ന ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഒരുക്കുന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. 2025 പ്രാരംഭ ഞായറാഴ്ച ദൈവസന്നിധാനത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും കർത്താവിൽ വന്ദനം അറിയിക്കുന്നു. സ്തോത്രം. വായിച്ച സംഗീത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. This psalm is a harvest song that psalmist David is singing in the presence of God. Praise the Lord. Praising God for all the blessing. A joyful expanse of praise that we can see in this psalm. Praise the Lord. സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവം, സ്തുതിക്ക് യോഗ്യനായ ദൈവത്തെ പ്രൈസ് ദി ലോർഡ് നമുക്ക് ലഭിച്ച നന്മ സ്തോത്രം കണ്ടുകൊണ്ട് ആരാധിക്കുന്ന, നന്ദി പറയുന്ന പ്രൈസ് ദി ലോർഡ് പറയുകയാണ്. സ്തോത്രം. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ, അവരുടെ കൊയ്ത്ത് കാലത്ത് അവർ ദൈവസന്നിധിയിൽ ദൈവത്തിന് നന്ദി പറയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ പ്രത്യേകത അവരുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും സ്തോത്രം ഒരു ആത്മീയമായ ചിന്തിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഭൗതികത്തെ ആത്മീയത്തിൽ നിന്ന് മാറ്റി നിർത്തി അവർ ചിന്തിക്കുന്നില്ല. സ്തോത്രം. അവർക്കെല്ലാം നൽകിയത് ദൈവമാണ്. സ്തോത്രം. അവർക്ക് ലഭിക്കുന്ന ഏത് നന്മയും അവർ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ദൈവത്തിന് ഹല്ലേലൂയ. ഇതിന് നന്ദി പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇത് മാറ്റി വെക്കണം എന്നൊരു ചിന്ത ഇസ്രായേൽ അവരെ from the basis they give thanks to God. From whatever they get from God, whatever they receive from God, they always acknowledge it. Praise the Lord. Especially their economy was predominantly depended upon agriculture. നമുക്കറിയാം, കൃഷിയിൽ അടിസ്ഥാനമായ ഒരു സ്തോത്രം ജീവിത വ്യവസ്ഥയാണ് പുരാതന കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. സ്തോത്രം. Age old times they had their livelihood through cultivation. Praise the Lord. അപ്പോൾ സ്തോത്രം ഈ നാച്ചുറൽ റിസോഴ്സസ് എല്ലാം ദൈവമാണ് നൽകി തരുന്നത് എന്നുള്ള ഒരു വലിയ ബോധ്യം അവർക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പലപ്പോഴും അവർ ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുമ്പോൾ അവരെ പരീക്ഷിക്കുകയും അവർക്ക് സ്തോത്രം അവരെ ദണ്ഡിപ്പിക്കുകയൊക്കെ ചെയ്തത് പലപ്പോഴും മഴയില്ലാതെയും. നമുക്കറിയാം സ്തോത്രം, വേദപുസ്തകത്തിൽ ചരിത്രം പഠിക്കുമ്പോൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമുക്ക് അറിയാൻ കഴിയും. സ്തോത്രം. അവരെ വിളിച്ച് വേർതിരിച്ച് ഇറക്കിയപ്പോൾ അവരോട് പറഞ്ഞത് സ്തോത്രം, ഞാൻ നിങ്ങളെ കാണിപ്പാനിരിക്കുന്ന ദേശമുണ്ട്. അത് അബ്രഹാമിനോട് പറഞ്ഞു. വാഗ്ദത്ത ദേശമെന്ന് ഇസ്രായേൽ ജനത്തോട് മോശ മൂലം പറഞ്ഞു. ആ ദേശത്തിന്റെ പ്രത്യേകത അവരോട് പറഞ്ഞു, വിവരിച്ചു. സ്തോത്രം. ആത്മാവിൽ അത് കാണുവാൻ യോശുവയ്ക്കും കാലേബിനും ആത്മാവിൽ അത് കാണുവാനും അത് പ്രാപിക്കാനുള്ള ഒരു വാഞ്ചയും അവർക്കുണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം ഭൗതിക അനുഗ്രഹങ്ങൾ ദൈവം അവർക്ക് എന്നും നൽകി കൊടുക്കുവാൻ അവർക്ക് വാഗ്ദത്തം നൽകി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ തിരിച്ച് സ്തോത്രം as a reply to that, as a response to that, the people of Israel, they are supposed to be faithful towards God and they need to acknowledge the blessings that God has given them. അവർക്ക് ദൈവം അനുഗ്രഹങ്ങൾ നൽകുവാൻ വാഗ്ദത്തം ചെയ്യുമ്പോൾ ദൈവത്തോട് അവർ വിശ്വസ്തത കാട്ടണം. ഹല്ലേലൂയ. ദൈവത്തെ അവർ ആരാധിക്കണം. ഹല്ലേലൂയ. നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കാനുള്ള യോഗ്യത ദൈവസന്നിധിയിൽ അവർക്ക് ഇല്ലാതിരിക്കുമ്പോൾ കർത്താവേ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഹല്ലേലൂയ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് സ്തോത്രം പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ സകലത്തിന്റെ അടുക്കിലേക്ക് വരുന്നത് പറഞ്ഞ് അവരുടെ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ ഹല്ലേലൂയ. This is a format of their worship. അവരുടെ ആരാധനയുടെ ഒരു ക്രമീകരണം എങ്ങനെയാ? ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഹല്ലേലൂയ ദൈവത്തെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ പ്രാർത്ഥനയുടെയും ആരാധനയുടെ ഒക്കെ ഒരു രീതി സ്തോത്രം എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ നമുക്ക് എഴുതപ്പെട്ട ഒരു രീതിയൊന്നുമില്ല. We don't have a liturgy that we follow, but still we need to have a systematic way of worshiping God, praying towards God. സ്തോത്രം. അത് നമുക്ക് വളരെ അത് വെച്ച് പുലർത്തേണ്ട കാര്യമാണ്. നമ്മുടെ ദൈവത്തെ വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിന് ചിട്ടയും ക്രമവും വേണം എന്ന് ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കണം. സ്തോത്രം. അപ്പോൾ ആക്ട്സ് എന്നൊരു വേണം. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികളുടെ ആ പുസ്തകത്തിന്റെ വേർഡാണ്, ആദ്യത്തെ വേർഡാണ് എന്താണ്? ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ്. ACTS. First of all, when we pray or worship, first of all it comes adoration. Praise the Lord. A for adoration. C for confession. Praise the Lord. ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ഉയർത്തുക. മറ്റെല്ലാത്തിനും നമ്മുടെ പ്രശ്നമോ നമ്മുടെ ഭാരമോ നമ്മുടെ പ്രതികൂലമോ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളോ അതെല്ലാം മറന്ന് എല്ലാത്തിനും ദൈവത്തെ ഉയർത്തുന്നതാണ് അഡോറേഷൻ. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ട് ഈ വാക്യം, ഈ സംഗീതം തുടങ്ങുന്നത് എങ്ങനെ? ഏത് സംഗീതം തുടങ്ങുമ്പോൾ പലപ്പോഴും ദാവീദിന്റെ ഭൂരിഭാഗ സംഗീതത്തിനും തുടങ്ങുമ്പോൾ ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ട്, ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട്. എന്റെ താഴെ ഒത്തിരി പരാതിയൊക്കെ പറയുന്നുണ്ട്, സ്തോത്രം. എന്റെ താഴെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആദ്യത്തെ വാക്യം ദൈവത്തിന് സ്തുതിയാണ്. എന്ന് പറയാൻ, കർത്താവേ, പ്രശ്നം എന്തോ ഉണ്ടെങ്കിലും, എനിക്ക് എന്തൊക്കെ പരിമിതി ഉണ്ടെങ്കിലും സ്തുതിക്ക് നീ യോഗ്യനാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ ഉയർത്തുകയാ. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ വർഷക്കാലം നമുക്ക് ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട്, അതിന് മുമ്പിലുള്ള വെല്ലുവിളികൾ എന്തുമാകട്ടെ, ആശങ്ക എന്തുമാകട്ടെ, ചോദ്യങ്ങൾ എന്തുമാകട്ടെ, ഹല്ലേലൂയ, ഇത് വേറൊരുകാലം ദൈവത്തെ സ്തുതിപ്പാൻ. ഹല്ലേലൂയ. ദൈവസന്നിധി കടന്നു ചെല്ലുമ്പോൾ നാം ആരും സ്വയം നീതിയിലേക്ക് പോകരുത്. എപ്പോഴും ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ ദൈവത്തിൽ താഴ്ത്തണം. കൺഫെഷൻ, ഹല്ലേലൂയ, ഏറ്റുപറയണം, കർത്താവേ, ഞങ്ങൾ ജഡത്തിലാണ് വസിക്കുന്നത്. വി cannot escape from that. ഈ ജഡത്തിൽ നിന്ന്, ഹല്ലേലൂയ, എന്നെ ആർ വിടുവിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുക, ഇതൊരു ഞരക്കമാണ് ഉള്ളിലെ. ഹല്ലേലൂയ, ദൈവത്തിൽ പറയുക, കർത്താവേ, ഞങ്ങളുടെ വാക്കിൽ, നോട്ടത്തിൽ, ചിന്തയിൽ, പ്രവൃത്തിയിൽ ഒക്കെ, ഹല്ലേലൂയ, നിനക്കെതിരായിട്ടുള്ളത്, നിനക്ക് ഇഷ്ടമില്ലാത്തത്, അങ്ങനെ വിശുദ്ധിക്ക് നിരക്കാത്തത്, ഹല്ലേലൂയ, കർത്താവേ, അത് ക്ഷമിക്കണമെന്ന് ഒരു കൺഫെഷൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഏറ്റുപറയുന്നത് ഒരു മനസ്താവുള്ള, പശ്ചാത്താപമുള്ള, തകർന്ന് നുറുക്കിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കൺഫെഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് അവർ പ്രയർ ആൻഡ് വർഷിപ്പ്. ഹല്ലേലൂയ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. തേർഡ് ഈസ് സ്തോത്രം. നമ്മുടെ പരാതി പറയുന്ന സമയമല്ല, സ്തോത്രം. തേർഡ് ഈസ് ടി ഫോർ താങ്ക്സ് ഗിവിംഗ്. ദൈവത്തിന് നന്ദി പറയണം. പരാതിയും പരിഭവവും ആവലാതിയും സ്വന്തം പ്രാർത്ഥനയുടെ ബുള്ളറ്റ് പോയിന്റ്സും ഒക്കെ അവിടെ നിരത്തും മുമ്പ് ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ, നിന്നെ സ്തുതിപ്പാൻ, നിന്റെ സന്നിധിയിൽ വരുവാൻ, കർത്താവെ അപ്പാ പിതാവെന്ന് വിളിക്കുവാൻ എനിക്ക് കൃപ തന്ന ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. നന്ദി പറയുമ്പോൾ നമുക്ക് ഒരിക്കലും വിഷയ ദാരിദ്ര്യമില്ല കേട്ടോ. ഹലോ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്ക് ഇവിടെ ഇരുന്ന് മുഴുവൻ സമയം നന്ദി പറഞ്ഞാലും തീരാത്തവണ്ണം ദൈവം നമുക്ക് നന്മകളെ കൊണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രയാസം പ്രതികൂലമൊക്കെ ഉണ്ടെന്ന് പറയാം. ഇത് ദൈവം ചെയ്ത ഉപകാരങ്ങൾ അതിന് മുകളിൽ നിൽക്കത്തുള്ളൂ. ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ ഓർത്താൽ ദൈവത്തിന് നന്ദി പറയുന്ന പകൽക്കാലം ദൈവത്തിന് ഹൃദയംഗമായി നന്ദി പറയണം. It is have a heart of gratitude. Hallelujah. Thanksgiving is most important in our worship and prayer. Hallelujah. Praise the Lord. ഈ അടുത്തോടെ നാം മുന്നോട്ട് പോകുമ്പോൾ, hallelujah, praise the Lord, അവസാനം വരുന്നതാണ് yes for supplication. നമ്മൾ നേരെ തിരിച്ച് ആദ്യമേ പരാതിയൊക്കെ പറയും. ഒരു പരാതിയൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റിയൊക്കെ ഓർത്ത് ഇമോഷണലി ഒക്കെ നമ്മളങ്ങ് പ്രൈസ് ദി ലോർഡ് ഡ്രാഗ്ഡ് ആയിട്ട് പിന്നെ നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. പിന്നെ കൺഫെഷൻ, പിന്നെ അഡോറേഷൻ, അതൊക്കെ രണ്ട് വാക്കിൽ കർത്താവേ ഇതാ ഞാൻ സമർപ്പിക്കുന്നു, ഉറങ്ങുന്നു, തീർന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ പരാതി പറഞ്ഞ് തുടങ്ങരുത്. നമ്മൾ നേരെ തിരിച്ച, ഹല്ലേലൂയ, നമ്മൾ സപ്ലിക്കേഷൻ ആദ്യം പറയുന്നത്. നോ, ഹല്ലേലൂയ, ഈ സ്തുതിയും സ്തോത്രവും നന്ദി പറച്ചിലും ഹല്ലേലൂയ ഒക്കെ കഴിഞ്ഞ അവസാനം സമയമുണ്ടായ സപ്ലിക്കേഷൻ മതി. കാരണം കർത്താവ് പറയുന്നു, നീ ചോദിക്കുമ്പോൾ നിന്റെ ആവശ്യം അറിയുന്നതാണ് ദൈവം. ചോദിച്ച് മാത്രം കിട്ടിയ അനുഗ്രഹം നമുക്കുള്ളൂ. ഹല്ലേലൂയ. ചോദിക്കാത്ത എത്രയോ നന്മകൾ ഇന്ന് പകൽക്കാലം നാം അനുഭവിക്കുന്നുണ്ട്. ഞാൻ പോലും പറയാം, എന്റെ ആവശ്യങ്ങളെ മുന്നമേ അറിഞ്ഞ് എനിക്ക് വേണ്ടി കരുതിയ ദൈവം ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, 2025 പ്രാരംഭ ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് നാം ദൈവസ്ഥലായിരിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാം. കർത്താവേ, നീ സ്തുതിക്ക് യോഗ്യനാ. ദാവീദ്, ഹല്ലേലൂയ, കൊയ്ത്തിന്റെ, ഹല്ലേലൂയ, സന്തോഷത്തിൽ, കൊയ്ത്തുകാലത്തെ സന്തോഷത്തിൽ, കൊയ്ത്തുകാലത്തെ സമൃദ്ധിയിൽ അവൻ പറയുക, നീ ഈ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 2025 നന്മകളാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായി. ഹല്ലേലൂയ. നാം ഈ ഫോർമാറ്റ് ഫോളോ ചെയ്താൽ, എന്റെ ദൈവത്തെ സ്തുതിപ്പാതി ആരംഭിച്ചാൽ, ഏത് വെല്ലുവിളിയിലും നിനക്ക് ജയമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തെ ഓർപ്പിക്കുക. ഹല്ലേലൂയ. സ്തുതിക്കുവാൻ നിനക്ക് കഴിയാത്ത അവസ്ഥയായിരിക്കും. കണ്ണുനീര് നിറഞ്ഞ അവസ്ഥയാകാം, നിന്ദയാകാം, പരാതിയാകാം, ഹല്ലേലൂയ, പരിഭവങ്ങൾ ഒത്തിരി ഉണ്ടാകാം. എന്നാൽ അതിന്റെ മധ്യത്തിൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഒരു മുള പൊട്ടുന്നത് പോലെ ഒരു സ്തുതി ദൈവത്തെ ഉയർത്തിയാൽ അവിടെ നിന്റെ വിടുതൽ ആരംഭിക്കുക. ഹല്ലേലൂയ. ഇസ്രായേൽ യുദ്ധത്തിന് പോകുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന ഗോത്രം ഒന്നാം പ്രകാരം, പുറപ്രകാരം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഒന്നാമത്തെ ഗോത്രമല്ല. ഹല്ലേലൂയ. യഹൂദ എന്ന സ്തുതിയുടെ ഗോത്രമാ. അവർ പാടുവാൻ നിയോഗിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. ദൈവത്തെ വാദ്യോപകരണം ഉപയോഗിച്ച് ആരാധിക്കാൻ നിയോഗിക്കപ്പെട്ടവരാ. അവർ മുമ്പിൽ നിൽക്കും. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ കൊടി ഉയർത്തിക്കൊണ്ട്, യഹോവ നിസി എന്ന് പറഞ്ഞുകൊണ്ട്, തപ്പെടുന്ന ദൈവത്തെ ആർത്തുകൊണ്ട്, ചെങ്കടലിൽ അവർ ചെയ്തതാ, യോർദാനിൽ അവർ ചെയ്തതാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഏതാക്കിയ കല്ലിന്റെ മുമ്പിലും അവർ പർവ്വതത്തിൽ കയറി ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയവരാ. ഹല്ലേലൂയ. ഈ മുറയപ്പം മറന്നോ അവർക്ക് പരാജയമുണ്ടായിട്ടുണ്ട്. എന്നാൽ മുറപ്രകാരം, പ്രമാണപ്രകാരം ദൈവത്തെ ആരാധിച്ചതിന്റെ ജനത്തിന് ഇന്നും വിടുതലുണ്ട്. പുതിയ ഇസ്രായേലായ
സംവത്സരത്തെ അവൻ നന്മ കൊണ്ട് അലങ്കരിക്കണമെങ്കിൽ നീ സ്തുതിയിൽ തുടങ്ങണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാണ്. കരങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ വെല്ലുവിളികളുമുണ്ട്. എന്നാൽ ഞാൻ തുടങ്ങുന്നത് സ്തുതിയിലാണ്. സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം. ഹല്ലേലൂയ. നിനക്ക് തന്നെ ഞാൻ നേർച്ച കഴിക്കുക. പ്രൈസ് ദി ലോർഡ്. നേർച്ച കഴിക്കാൻ നേരുമ്പോൾ അവന്റെ കയ്യിലൊന്നും കാണത്തില്ല. അവൻ വിശ്വസിക്കുക, ഈ സംവത്സരം നന്മ കൊണ്ട് അലങ്കരിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. നേർച്ച കഴിക്കുക, അത് പിന്മാറി കഴിയത്തില്ല. ഇഫ്താഹിനെ പോലെ നേർന്ന് നിവർത്തിപ്പാനുള്ളൊരു ഹല്ലേലൂയ ഒരു മനസ്സും ഒരു തീരുമാനവും ഈ വർഷത്തിന്റെ പ്രാരംഭം ദൈവത്തിൽ നിന്ന് കാണിച്ചാൽ, കർത്താവേ നിന്നെ ഞാൻ സ്തുതിച്ച് തുടങ്ങുമെന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നേർന്നത് നിവർത്തിക്കുവാൻ നിന്റെ കൈകളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതുപോലെ നമുക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഈ സംഗീതം സന്തോഷത്തിന്റെ ഉല്ലാസത്തിന്റെ ദൈവപ്രവൃത്തിയുടെ ഹല്ലേലൂയ സ്തുതിച്ച് തുടങ്ങിയതുകൊണ്ട് ഹല്ലേലൂയ ഇതിന്റെ ഓരോ വാക്യങ്ങളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സങ്കീർത്തനക്കാരനെ ദൈവഹിതത്തിലേക്ക് നയിക്കുക. പ്രൈസ് ദി ലോർഡ്. സമൃദ്ധി വരുമ്പോൾ എല്ലാം മറക്കുന്ന ഒരനുഭവമല്ല. കർത്താവിന്റെ കുറവുണ്ട് പ്രാകാരത്തിൽ. ഹല്ലേലൂയ. നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭൂമിയുടെ എല്ലാ അറുതികൾ ഹല്ലേലൂയ സ്വന്തം ദൂരത്തുള്ള സമുദ്രം എല്ലാം പറഞ്ഞിട്ട് ഹല്ലേലൂയ അവസാനം പറയുന്നു, കർത്താവ് നീയാണ് ഈ ഭൂമിയെ നനയ്ക്കുന്നത്. അല്ലെങ്കിൽ അനുഗ്രഹം നൽകുന്നതാണ്, നീരോട്ടം നൽകുന്നതിന്റെ ദൈവമാണ്. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കും. പ്രിയമുള്ളവരെ, എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു സമൃദ്ധിയും കുറവില്ല. ഹല്ലേലൂയ. സ്തോത്രം. അത് നമുക്ക് വേണ്ടി ദൈവം കരുതിയ നന്മകളാണ്. അത് പ്രാപിക്കുവാൻ ഹല്ലേലൂയ ആ വെള്ളം, ദൈവത്തിന്റെ നദിയിലെ വെള്ളം ഈ ഭൂമിയിലേക്ക് അയച്ച് ഹല്ലേലൂയ ധാന്യം വിളയിക്കുന്ന ആ മനോഹരമായ ഒരു വർണ്ണനയാ സംഗീതക്കാരൻ തുടർന്നുള്ള വാക്യങ്ങളിൽ തരുന്നത്. ഹല്ലേലൂയ. സ്വതന്ത്രത്തിൽ പറയുക, നീ അതിന്റെ ഉഴൽച്ചാൽ നനയ്ക്കുന്നു, നീ അതിന്റെ കട്ടയോടെ നിരത്തുന്നു, മഴയാൽ അതിനെ കുതിർക്കുന്നു. പ്രിയമുള്ളവരെ, ഈ കട്ടകളുടെയിലേക്ക് ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് വീഴുന്നു. ആ വിത്തിനെ മുളപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന ജീവജല നദിയിലൂടെ ഒഴുകുന്ന വെള്ളമാണ്. ഹല്ലേലൂയ. ഈ നാളുകളിൽ നാം പ്രാപിച്ച വാഗ്ദത്തങ്ങൾ അത് നനയേണ്ടതായി തീരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം നിറയപ്പെടുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ അത് ആത്മീകമാകട്ടെ ഭൗതികമാകട്ടെ അതിന്റെ ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ. ഇത് പറയുന്നത് ഈ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ടാകാൻ. You crown the year with your bounty. Today our prayer shall be this. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ഇതാകട്ടെ. കർത്താവേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വർഷത്തിൽ ഹല്ലേലൂയ പലവിധമായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം, സമ്മിശ്രമായ അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടാകാം. എന്നാൽ കിരീടം ദൈവത്തിന്റെ നന്മയാകണം. ഹല്ലേലൂയ. Crown shall be the goodness that we receive from God. Hallelujah. Praise the Lord. അങ്ങനെയായാൽ മരുഭൂമിയിൽ പോലും പുൽപ്പുറങ്ങളെ തിരുവാൻ ദൈവത്തിന് കഴിയും. നന്മ, എന്റെ ദൈവത്തിന്റെ നന്മ ഇരിക്കുക. താഴെ ശത്രു എത്രമാത്രം പോരാട്ടങ്ങൾ എനിക്കെതിരെ അഴിച്ചുവിട്ടാലും മരുഭൂമിയുടെ അവസ്ഥകളെ പോലും പുൽപ്പുറങ്ങളാക്കി മാറ്റുവാൻ കഴിയുന്ന even the desert shall be wilderness shall be converted into grasslands by God. എത്രവരെ വിശ്വസിക്കുന്നു കർത്താവേ? കഴിഞ്ഞ വർഷങ്ങളിൽ ഹല്ലേലൂയ ഇല്ലാതെ പോയത്, ഒഴുകിപ്പോയത് മരുഭൂമി സമാനമായ അനുഭവങ്ങളെ ഒറ്റ പുൽത്തകിടി പോലെ ആക്കുവാൻ കഴിയുന്ന എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. അത് ആദ്യം നാം സ്തുതിയോട് ആരംഭിക്കണം. ഞങ്ങളുടെ ദിവസം നടക്കാം ഒരു തീരുമാനമെടുത്ത കർത്താവേ സ്തുതി സ്തോത്രയാഗത്തോടെ എല്ലാവരും സ്തോത്രം ചെയ്യുവാൻ അപ്പോസ്തലൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഇതുപോലെ കർത്താവ് എല്ലാവരും സ്തോത്രം ചെയ്യുവാൻ ഒരു കൃപ എനിക്കും എന്റെ തലമുറയ്ക്ക് നൽകി തരണം. ആദ്യം പറയേണ്ടത്, ആദ്യത്തെ വാക്ക് ഹല്ലേലൂയ സ്തോത്രമായിരിക്കണം. ഹല്ലേലൂയ. അങ്ങേക്ക് സ്തുതിയായിരിക്കണം. അങ്ങേ സകലത്തിലും മീതെ ഉയർത്തുവാൻ ഒരു കൃപ ഞങ്ങൾക്ക് നൽകി തരണം. ഈ വർഷം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണം. സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധി ഞങ്ങൾ അടുത്ത് വരുന്നു. ഹല്ലേലൂയ. ഹൃദയംഗമായി ഞങ്ങൾക്ക് നന്ദി പറയുന്നു. 2025 ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ എല്ലാ കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. സംവത്സരത്തെ അവിടുത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവമേ, എല്ലാം നന്മയുടെ ഉറവിടമായ ദൈവമേ, ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. സ്തുതി സ്തോത്രയാഗങ്ങളാൽ, പ്രാർത്ഥനയാൽ, ആരാധനയാൽ ദൈവസ്ഥനിൽ കടന്നു വന്ന് ഹല്ലേലൂയ ചട്ടപ്രകാരം പ്രമാണപ്രകാരം അവിടുത്തെ നാമത്തിന് വേണ്ടി നിലകൊണ്ട് അനുഗ്രഹവും വിടുതലും പ്രാപിപ്പാൻ അവിടുത്തെ മക്കളായ ഞങ്ങളെ ഈ വർഷക്കാലം ഇടയാക്കണം. ഈ പ്രാരംഭ വിശുദ്ധ പകൽക്കാലത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവജനത്തിനായി നന്ദി പറയുന്നു. ക്ലേശങ്ങളാൽ ഭാരപ്പെടുന്നവരെ അങ്ങ് സൗഖ്യമാക്കണമേ. ഇത് പകൽക്കാലം എടുത്ത് വിടുതല് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ അങ്ങ് അയക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തിന്റെ കരം വെളിപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം. മരുഭൂമി സമാനമായ അനുഭവങ്ങളെ ഈ വർഷക്കാലം ഞങ്ങൾക്ക് വേണ്ടി പച്ച പുൽത്തകടിയാക്കി മാറ്റുന്ന ആ ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങൾ വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് ഇത് പകൽക്കാലം പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങളുടെ മേൽ, വ്യക്തി ജീവിതങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ ദൈവത്തിന്റെ കരം
വർഷകാലത്തിന്റെ അവസാന ഭാഗത്ത് തന്നെ ഞങ്ങൾക്ക് വേണ്ടി നന്മകളെ തുറന്നു ദൈവം ഈ വർഷത്തിന്റെ പ്രാരംഭത്തിൽ നിന്നൊക്കെ പ്രാപിപ്പാൻ ഞങ്ങളെ ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു, മാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുകയാണ് സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. So we have an English chorus. English choir will come forward, and also the kids also will come forward. Praise the Lord. Hallelujah. For the memory verses. Hallelujah. Thank you, Jesus.
Psalms 1 verses 1 to 4. Blessed is the man who does not walk in the counsel of the ungodly, nor stands in the path of sinners, nor sits in the seat of the scornful. But his delight is in the law of the Lord, and in his law he meditates day and night. He shall be like a tree planted by the rivers of water, which brings forth its fruit in season, whose leaves shall not wither, and everything he does shall prosper. But the ungodly are not so, but are like the chaff that the wind blows away. Praise the Lord. Hallelujah. Everyone of God is flawless. He is a shield for those who take refuge in him. Proverbs 30 verses 5. The law of the Lord is perfect, refreshing the soul. The statutes of the Lord are trustworthy, making wise the simple. The precepts of the Lord are right, giving joy to the heart. The commands of the Lord are radiant, giving joy, giving light to the eyes. The fear of the Lord is enduring forever, and the decrees of the Lord are true, and all of them are righteous. They are more precious than gold and much pure gold. They are sweeter than honey from the honeycomb. Psalms 19 verses 7 to 11. Praise the Lord. Psalm 22 6. I heard the people and I told it. Okay. Praise the Lord. First Timothy chapter 6 verse 11 and 12. But you, men of God, fear these things and pursue righteousness, godliness, faith, love, patience, gentleness. Fight the good fight of faith and lay hold on the eternal life to which you are also called. Amen. Your word Praise God. Your word is a lamp to my feet and a light to my path. The Lord appeared to us in the past, saying, I have loved you with an everlasting love. I have drawn you with unfailing kindness. Jeremiah 31 verse 3. Matthew 5 verses 3, 4, and 5. Blessed is the poor in spirit, for theirs is the kingdom of heaven. Blessed are those who mourn, for they will be comforted. Blessed are the meek, for they will inherit the earth. Return to your rest, O my soul, for the Lord has dealt bountifully with you. For the Lord hath delivered my soul from death, my eyes from tears, and my feet from falling. Psalms 116 verse 7 and 8. Amen. Isaiah 41 verses 9 and 10. I took you from the ends of the earth, from its farthest corners I called you. I said, you are my servant. I have chosen you and not rejected you. So do not fear, for I am with you. Do not be dismayed, for I am your God. I will strengthen you and help you. I will uphold you with my righteous right hand. Psalm 29 verses 10 to 11. The Lord sat enthroned at the flood, and the Lord sits as king forever. The Lord gives strength to his people, and the Lord blesses his people with peace. Look at the fig tree and all the trees. When you see this come out of me, surely you see for yourself and know that the summer is near. So also, when you see these things taking place, you know that the kingdom of God is at hand. Truly, truly, I say to you, this generation shall not pass away until all has taken place. Heaven and earth will pass away, but my words will not pass away. Luke 21, verses 29 to 33. Praise God. My son, keep my commandments. My son, keep my words. Store my commandments with you. Keep my commandments as long as I live. And keep my words in your heart as an apple of your eye. Bond them around your finger and write them on a tablet. Proverbs 7 verses 1 to 3. Amen. Praise God. ോടും ഞാനും
നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം ചില ആഴ്ചകളായി ചിന്തിക്കുന്ന സ്തോത്രം ബിൽഡിംഗ് ഫ്രം ദ റൂയിൻസ്, തകർന്നു കിടക്കുന്ന സ്തോത്രം ഹല്ലേലൂയ, ആ ഒരു അവസ്ഥയിൽ നിന്ന് സ്തോത്രം ഹല്ലേലൂയ ഇടിഞ്ഞു കിടക്കുന്നതിനെ പണിയുവാൻ കഴിയുന്ന ഒരു ദൈവം സ്തോത്രം, ഇടിവിനെ പണിയുന്ന ഒരു ദൈവം സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമാണ് നമ്മോടുള്ള ബന്ധത്തിൽ സ്തോത്രം. അത് ദൈവവചനത്തിൽ ദൈവജനത്തോടുള്ള ബന്ധത്തിലുള്ള വാഗ്ദത്തമാണ് സ്തോത്രം. ഇടിവിനെ പണിയുന്നൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് സ്തോത്രം. ചതന്നെ ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ
എടുത്താൽ സ്റ്റോപ്പ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആ ഒരു കോണ്ടെക്സ്റ്റ് സാധാരണ ആളുകൾ അതിനെ ഡിസ്റിഗാർഡ് ചെയ്യുക. They used to neglect that. They used to replace that with something else. But our God is not that. ഇസ്രായേലിനെ റീപ്ലേസ് ചെയ്ത് മറ്റൊരു ജാതിയെ ദൈവത്തിന് തിരഞ്ഞെടുക്കാൻ കഴിയാഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. ഇസ്രായേലിനെ മാറ്റി മറ്റൊരു ജാതിയെ ദൈവത്തിനെടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് പോലെ എനിക്ക് പകരം വേറൊരാളെ ദൈവത്തിനോട് നിർത്താൻ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ദൈവം നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തത. അതുപോലെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. എല്ലാവരുടെയും കാര്യം ചേർക്കുക. കർത്താവേ, എനിക്ക് പകരം വേറെ ആളെ കിട്ടാനിട്ടൊന്നുമല്ല. സ്തോത്രം. എന്നാൽ ദൈവം തകർച്ചയിലും അവൻ പണിയുന്നവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ, ഞാൻ തകർന്നപ്പോഴും എന്നെ തള്ളിക്കളയാതെ, ഹല്ലേലൂയ, എന്നെ റീപ്ലേസ് ചെയ്യാതെ 2025 വരെ എന്നെ നിലനിർത്തിയ ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനീസിലൊക്കെ അവർക്ക് നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അവർക്ക് ഒരു സെക്കൻഡ് തോട്ട് ഇല്ലാതെ പലരും അത് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെയാണ് ലോകത്തിന്റെ രീതി. ഇന്ന് ലോകത്ത് ദൈവത്തിന്റെ വ്യവസ്ഥ. ഒരിക്കലും നിങ്ങൾ അതിനെ മാറ്റരുത്, നിങ്ങൾ അതിനൊരു പകരം വെക്കരുത് എന്ന് പറയുന്ന പല വ്യവസ്ഥകളും ഇന്ന് ലോകം മാറ്റിക്കൊണ്ടിരിക്കുക അല്ലേ. They are just replacing it. It is easy for them. Hallelujah. ആര് ഹർട്ടായാലും ദൈവത്തിന്റെ വ്യവസ്ഥ പ്രമാണം മാറിയാലും ഒന്നും അവർക്ക് വിഷയമല്ല. പക്ഷെ ദൈവം അങ്ങനെയുള്ള ദൈവമല്ല. ഹല്ലേലൂയ. തകർന്നു കിടക്കുന്നതിന്റെ മേൽ ഇല്ലാത്തതിനെ ഹല്ലേലൂയ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന എന്റെ ദൈവം. ഹല്ലേലൂയ. അതാണ് ദൈവം എസ്രയുടെ പുസ്തകത്തിലും നെഹമ്യാവിന്റെ പുസ്തകത്തിലൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസഭയോടെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു, നമ്മെ ദൈവം ആ ഒരു ദൗത്യത്തിനായി വിളിച്ചിരിക്കുക. ഇന്ന് നാം പാടി സ്വതം നിന്നുള്ള പാത്രരായി മേവാൻ ദൈവം നമ്മെ സമ്മതിക്കുകയില്ല. എഴുന്നേറ്റ് പണിയുക എന്ന ആഹ്വാനത്തോടെ അത് തകർന്നു കിടക്കുന്ന മതിലിന്റെ മേൽ, തകർന്നു കിടക്കുന്ന ആലയത്തിന്റെ മേൽ, തകർന്നു കിടക്കുന്ന ബന്ധങ്ങളുടെ മേൽ, തകർന്നു കിടക്കുന്ന ഫലത്തിന്റെ മേൽ, നിന്മയുടെ മേൽ ഹല്ലേലൂയ ജയഭേരി മുഴക്കി ഹല്ലേലൂയ തീ വെച്ച് നശിപ്പിച്ചതിന്റെ മേൽ, ശത്രു ഇല്ലായ്മയുടെ മേൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഇതിനെ അവസാനത്തെ കല്ലുവരെ ഇളക്കുവോളം അതിനെ മുടിച്ചു കളയാന്ന് പറഞ്ഞ പല വിഷയത്തിന്റെ മേലും എന്റെ ദൈവം വീണ്ടും പണിതവനെങ്കിൽ ഹല്ലേലൂയ പ്രിയ ദൈവമേ, പുതിയ നിയമയിസ്രായേലായ നമ്മെ ദൈവം പണിയുമെന്ന് വിശ്വസിക്കുന്നവരുടെ സ്തുതിച്ചാട്ടം. We are the New Testament Israel. Hallelujah. അത് നാം പ്രഖ്യാപിക്കുന്നവരാ. Hallelujah. അത് ഭയപ്പെടേണ്ട വിഷയമല്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അബ്രഹാം മുതൽ ഇങ്ങോട്ടുള്ളത് മുഴുവൻ നമ്മുടെ മേലും ദൈവം ഹല്ലേലൂയ അന്വർത്ഥമാക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. അത് എണ്ണി പറഞ്ഞ് അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമായി നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ അന്വർത്ഥമാണ്. ഹല്ലേലൂയ. അത് ഭംഗിക്ക് പറയുന്നതല്ല, പ്രാസം വരാൻ പറയുന്നതല്ല. അത് ഈ വചനത്തിന്റെ അടിസ്ഥാനം. എത്ര വിശ്വസിക്കുന്നു? ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇന്ന് പകൽക്കാലം ആ അനുഗ്രഹം നമ്മുടെ മേൽ ചൊരിയപ്പെടട്ടെ. ഹല്ലേലൂയ. നെഹമ്യാവിന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നാം പറഞ്ഞു, നെഹമ്യാവിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നെഹമ്യാവ് ക്രിസ്തുവിന്റെ സ്തോത്രം ഒരു ഹല്ലേലൂയ സ്തോത്രം ഒരു നിഴലായി പല വിഷയങ്ങളുടെ മേൽ നിലകൊള്ളുന്നതായി നാം കാണുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ പോകുന്നത് നെഹമ്യാവിന്റെ ഒരു പ്രാർത്ഥന, നെഹമ്യാസ് prayer of remembrance. ഹല്ലേലൂയ. ദൈവത്തെ ഓർപ്പിച്ചുണർത്തി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ. ഹല്ലേലൂയ. അതിന് ആധാരമായി നമുക്ക് ആ വേദഭാഗം വായിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 11 വരെ വായിച്ചത് ഒരു ലോങ് പാസേജ് ആണെങ്കിലും വേഗത്തിൽ വായിച്ചാൽ പുസ്തകം. ഹക്കില്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂശൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എന്റെ സഹോദരന്മാരിൽ ഒരുത്തരായ ഹനാനിയും യഹൂദായിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റുഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിന് അവരെന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റുഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിക്കും, അതിന്റെ വാതിലിൽ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇത് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചു ഉപവസിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ചു നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചു നിന്റെ കണ്ണ് തുറന്നു ഇരിക്കണമേ. ഞാനും എന്റെ പ്രതിഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച പ്രമാണങ്ങളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ
ജാതിയുടെ ചിന്തിച്ചു കളയും. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിന്റെ അറുതുവരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എന്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അയച്ചുചെയ്ത വചനം ഓർക്കണമേ. അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ. കർത്താവെ, നിന്റെ ചെവി അടിയുടെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന്റെ കാര്യം സാധിപ്പിച്ച ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാകണമേ. ഞാൻ രാജാവിന്റെ പാനപാത്രവാഹനായിരിക്കുന്നു. The words of Nehemiah the son of Hakaliah. It came to pass in the month of Chislev, in the 20th year, as I was in Shushan the citadel, that Hanani, one of my brethren, came with the men from Judah, and I asked them concerning the Jews who had escaped, who had survived the captivity, and concerning Jerusalem. And they said to me, the survivors who are left from the captivity in the province are there in great distress and reproach. The wall of Jerusalem is also broken down, and its gates are burned with fire. So it was when I heard these words that I sat down and wept and mourned for many days. I was fasting and praying before the God of heaven. And I said, I pray, Lord God of heaven, O great and awesome God, you who keep your covenant and mercy with those who love you and observe your commandments. Please let your be attentive and your eyes open, that you may hear the prayer of your servant, which I pray before you now, day and night, for the children of Israel, your servants, and confess the sins of the children of Israel, which we have sinned against you. Both my father's house and I have sinned. We have acted very corruptly against you, and have not kept the commandments and the statutes nor the ordinances which you commanded your servant Moses. Remember, I pray, the word that you commanded your servant Moses, saying, if you are unfaithful, I will scatter you among the nations. But if you return to me and keep my commandments and do them, though some of you were cast out to the farthest part of the heavens, yet I will gather them from there and bring them to the place which I have chosen as a dwelling for my name. Now these are your servants and your people, whom you have redeemed by your great power and by your strong hand. O Lord, I pray, please let your ear be attentive to the prayer of your servant and to the prayer of your servants who desire to fear your name, and let your servant prosper this day, I pray, and grant him mercy in the sight of this man, for I was the king's cupbearer. Amen. സ്തോത്രം. ദൈവത്തിനെ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഇനി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നെഹമ്യാവിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പശ്ചാത്തലം അറിയാവുന്ന കാര്യമാണ്. സ്തോത്രം. നെഹമ്യാവിലേക്കും ഇസ്രായേലിലേക്കും ഒക്കെ എത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇസ്രായേൽ സ്തോത്രം നമുക്കറിയാം. സ്തോത്രം BC 729 സ്തോത്രം 729 BC. BC എന്ന് പറയുന്നത് വർഷം പുറകോട്ടാണ് പോകുന്നത്. നമ്മളെ പോലെ മുന്നോട്ടല്ല. 2025 കഴിഞ്ഞാണ് 2026. BC എന്ന് പറയുമ്പോൾ 2025 കഴിഞ്ഞാൽ പിന്നെ എന്തുവാ 2024 അങ്ങനെ പുറകോട്ടാണ്. സ്തോത്രം BC is going backwards. So 729 സ്തോത്രം കേരളീയം. 720 BC 729 ഇസ്രായേൽ ദേശം, അതായത് സ്തോത്രം ശമരിയ പട്ടണം, ദ നോർത്തേൺ കിങ്ഡം എന്ന് പറയുന്നത്. ഇസ്രായേൽ രണ്ടായിട്ട് വിഭാഗിക്കപ്പെടുന്നു. നോർത്തേൺ കിങ്ഡം ആൻഡ് സദേൺ കിങ്ഡം. വടക്കേ രാജ്യവും തെക്കേ രാജ്യവും. വടക്കേ രാജ്യമാണ് ആദ്യം പ്രവാസത്തിൽ പോകുന്നത്. സ്തോത്രം ദ നോർത്തേൺ കിങ്ഡം വെന്റ് ടു എക്സൈൽ ഫസ്റ്റ്, ബിക്കോസ് അവരായിരുന്നു ഏറ്റവും കൂടുതൽ വിഗ്രഹാരാധനയും ദൈവത്തെ അറിഞ്ഞു പോയത്. എന്നാൽ ഇത് കണ്ടപ്പോൾ സദേൺ കിങ്ഡം, തെക്കേ രാജ്യം, അതായത് സ്തോത്രം യെരൂശലേം തലസ്ഥാനമായിട്ടുള്ള യഹൂദ എന്ന തെക്കേ രാജ്യം, സ്തോത്രം അത് ദാവീദിന്റെ പട്ടണമായ യെരൂശലേം. ദാവീദിന്റെ പിന്തുടർമുറക്കാർ മുഴുവൻ, സ്തോത്രം ശലോമോന്റെ പിന്തുടർമുറക്കാർ ഒരു ഭാഗം മുഴുവൻ, ഒരു വിങ്ങി മുഴുവനാണ് തെക്കേ രാജ്യം ഭരിച്ചത്. അവരോട് ദൈവത്തിന് കുറച്ചുകൂടെ സ്നേഹമുണ്ടായിരുന്നു. സ്തോത്രം അവിടെ ആയിരുന്നു ആലയം സ്ഥിതി ചെയ്തത്. സ്തോത്രം അവർ വിചാരിച്ചു ആലയം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ടാകുന്നു, എന്തും ചെയ്യാം എന്നുള്ള ചിന്തയിലേക്ക് വടക്കേ രാജ്യപ്രവാസത്തിൽ പോയപ്പോൾ ഇവർ വിചാരിച്ചു ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല. ടെമ്പിൾ, ദൈവം ആലയത്തെ തൊട്ട് കളിക്കാൻ ആരും സമ്മതിക്കുന്നില്ല. സത്യം ഇതൊന്നും വാസ്തവമാണ്. ദൈവസഭയോടെ നമുക്ക് ദൈവത്തിന് പ്രത്യേക അനുഗമയുണ്ട്. പക്ഷെ ദൈവത്തിനകത്ത് ഉള്ളിടത്തോളം കാലം ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പോൾ തെക്കേ രാജ്യപ്രവാസത്തിലേക്ക് പോയി. സ്തോത്രം അത് 586 സ്തോത്രം 586 BC നെബൂഖദ്നേസർ വന്ന് സ്തോത്രം ആലയത്തെ തകർത്ത് സ്തോത്രം തെക്കേ രാജ്യമായ യഹൂദയും പ്രവാസത്തിലേക്ക് പോയി. അവർക്കത് വലിയ ഒരു സർപ്രൈസ് ആയിരുന്നു. അവര് ഒരിക്കലും വിചാരിച്ചില്ല
ഞങ്ങൾ പിടിക്കപ്പെടും. സ്തോത്രം. വടക്കേ രാജ്യം പിടിക്കപ്പെട്ടു, എന്നാൽ അതുകൊണ്ട് ഒരു പഠിച്ചില്ല. സ്തോത്രം. അപ്പോൾ തെക്കേ രാജ്യം പിടിക്കപ്പെട്ടു. ഇതാണ് പശ്ചാത്തലം. സ്തോത്രം. അപ്പോൾ നാം ചരിത്രം പഠിച്ചാൽ സ്തോത്രം, നെഹമ്യാവിലേക്ക്, ഇസ്രായേലിലേക്ക്, പ്രവാസത്തിലേക്ക് പോയ ജനത്തിന്റെ ഒരു മടങ്ങി വരവിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. നെബൂഖദ്നേസറിനെ കഴിഞ്ഞപ്പോൾ നമുക്കറിയാം കോരസ് വന്നു, അല്ലേ? പേർഷ്യൻ കിങ് കോരസ്. അത് കഴിഞ്ഞ് ദാരിയാവേശ്, സെർക്സസ്, അർത്താക്സസ് എന്നീ രാജാക്കന്മാര് വന്നു. സ്തോത്രം. അപ്പോൾ ഈ നെഹമ്യാവിന്റെ കാലത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഈ അഹശ്വേരോശ് രാജാവ് എന്ന വ്യക്തി, സ്തോത്രം, അദ്ദേഹത്തിന്റെ പാനപാത്രവാഹകനായി, സ്തോത്രം, നമുക്കറിയാം. സ്തോത്രം. ഈ കാര്യങ്ങൾ ചരിത്രം, എസ്തറിന്റെ ചരിത്രം നമുക്കറിയാം. എസ്തറിന്റെ പുസ്തകത്തിൽ അധികം നാം ചിന്തിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ചരിത്രം അറിയാവുന്നവരാണ്. അതിലേക്ക് ഞാൻ പോകുന്നത്, സമയം കുറവാണ്. എന്നാൽ നെഹമ്യാവ്, സ്തോത്രം, നെഹമ്യാവിലേക്ക് എത്തിയത് ഈ രാജാക്കന്മാർ ത്രൂവാണ്. ഇത് പ്രവാസത്തിന്റെ ഒരു കാലയളവാണ്. ഈ പ്രവാസത്തിലും ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചു. ഇശയ്യാവിലൂടെ, യെരമ്യാവിലൂടെ, എഹെസ്കേലിലൂടെ ഒക്കെ ദൈവം അവരോട് സംസാരിച്ചു. ദൈവം പറഞ്ഞു, ആ പറഞ്ഞ വാക്കുകളെ ഉദ്ധരിച്ചാണ് നെഹമ്യാവ് പ്രാർത്ഥിച്ചത്. നെഹമ്യാവിന്റെ പ്രാർത്ഥന ദൈവശാസ്ത്രപരമായി, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ കൂട്ട്, സ്തോത്രം, പലർക്കടയിലെ കണക്കല്ല. സ്തോത്രം. നെഹമ്യാവിന്റെ പ്രാർത്ഥന ഒരു വലിയ, സ്തോത്രം, തിയോളജിക്കലി ഇറ്റ് ഈസ് വെരി മച്ച് ഓവർവെൽമിംഗ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെയധികം ദൈവശാസ്ത്രപരമായി ദൈവത്തോടുള്ള വാഗ്ദത്തം, ദൈവത്തോടുള്ള ബന്ധത്തിൽ കുറഞ്ഞ പുള്ളിയല്ല നെഹമ്യാവ്. സ്തോത്രം. ഹി വാസ് ക്യാബിനറ്റ് റാങ്ക്ഡ് പേഴ്സൺ. ഹല്ലേലൂയ. പഠിത്തമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ട്രെയിനിങ് ഉള്ളവരുമാണ്. സ്തോത്രം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ, ചരിത്രത്തെയൊക്കെ അറിയാവുന്നവരും അതിനെ വിചിന്തനം ചെയ്യുന്നവരും അത് ധ്യാനിക്കുന്നവരുമാണ്. സ്തോത്രം. വചനം ധ്യാനിച്ചിട്ട് പ്രാർത്ഥിച്ചാലേ വചനം ഉച്ചരിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് വചനവും പ്രാർത്ഥന എപ്പോഴും ചേർന്ന് പോകും. ഏതൊരു സ്തുതിച്ചാട്ട്. സ്തോത്രം. അതുകൊണ്ട് വചന ധ്യാനവും പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ച് പോകണം. ഇതിന്റെ ഒന്നിനും പുറകെ വരാൻ പാടില്ല. എനിക്ക് വചനമെല്ലാം അറിയാം, പ്രാർത്ഥനയെ കുഴപ്പമില്ല, അല്ലെങ്കിൽ വചനമാണ് കിടക്കട്ടെ, ഞാൻ പ്രാർത്ഥിച്ചോളൂ. These both should go together. That is very important. Hallelujah. ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ നെഹമ്യാവിന്റെ പ്രാർത്ഥന, സ്തോത്രം, ഈ ചരിത്രത്തിലൂടെ കടന്നുപോയ the historical exile of the people of Israel. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതെന്തുകൊണ്ടാണ് ഞാൻ ഈ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്? സ്തോത്രം. ഇത്രയും രാജാക്കന്മാരുടെ ഭരണത്തിലൂടെ കടന്നുപോയവരാ ഇസ്രായേൽ. സ്തോത്രം. ഈ രാജാക്കന്മാരെല്ലാം ഭരിക്കുമ്പോൾ അവർക്ക് രാജാവില്ല, അവർ പ്രവാസത്തില്ല. These people are ruling upon the people of Israel. സ്തോത്രം. ഈ നിന്ന് എല്ലാവരും, ഇതിനിടയ്ക്കെല്ലാം ദൈവത്തിന്റെ ശബ്ദം വരുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവർക്ക് രാജാവില്ല, രാജ്യമില്ല, അവർക്ക് അവരുടെ ആലയമില്ല, പക്ഷേ ദൈവശബ്ദത്തിന് കുറവില്ല. ഹല്ലേലൂയ. ദൈവശബ്ദം അവരുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. വാഗ്ദത്തങ്ങളെ ഓർപ്പിച്ചുണർത്തിക്കൊണ്ടേയിരുന്നു. പ്രവാചകന്മാരിലൂടെ, പുരോഹിതന്മാരിലൂടെ, സ്വന്തം ന്യായശാസ്ത്രിമാരിലൂടെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് അവരെ ഓർപ്പിച്ചുണർത്തുവാൻ ദൈവം, ഹല്ലേലൂയ, പദ്ധതിയിട്ടുകൊണ്ടിരുന്നു. ഈ ഓർപ്പിച്ചുണർത്തൽ നടന്നതുകൊണ്ടാണ് തലമുറയിൽ, ഹല്ലേലൂയ, പ്രവാസത്തിൽ നിന്ന് വിദൂരത്തിലുള്ള ഒരു തലമുറയിൽ ജനിക്കപ്പെട്ട നെഹമ്യാവിനും ദൈവസന്നിധി, ഹല്ലേലൂയ, എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്നൊക്കെ കടന്നു വന്ന മാതാപിതാക്കളാണ് നമ്മൾ, അല്ലേ? പലരും. പ്രൈസ് ദി ലോർഡ്. അത് ഞാനൊക്കെ എന്റെ ഫസ്റ്റ് ഞാനാണ്. സോ എന്റെ പിതാവിന്റെ മാതാവും ഞങ്ങളാണ് ആദ്യം. ഞങ്ങളുടെ പിതാക്കൾ, എന്റെ ഗ്രാൻഡ് ഫാദേഴ്സും പേരൻസും അമേരിക്കൻ. അങ്ങനെ വന്നു. എന്റെ മക്കൾ, കൊച്ചുമക്കൾ ഇങ്ങനെ പോകുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവർക്ക് കേരളത്തെ പറ്റിയോ, കേരളത്തിൽ നാം പ്രാപിച്ച ഉണർവിനെ പറ്റിയോ, ഉപവാസ പ്രാർത്ഥനയെ പറ്റിയോ, അഭിഷേകത്തെ പറ്റിയോ, അല്ലേ? സ്തോത്രം. നമ്മ അനുഭവിച്ച ആത്മീയ അനുഗ്രഹങ്ങളെ പറ്റിയോ, നാം കടന്നു വന്ന ആത്മീയ അനുഭവങ്ങളെ പറ്റി ഇവർക്കാർക്ക് അറിയത്തില്ല. ആരോട് കാത്തിരിപ്പത്തെ പറ്റി പറഞ്ഞാൽ, നാട്ടിലെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, നാം എവിടെ അത് ചെയ്തെങ്കിലേ അവർക്ക് മനസ്സിലാവും. ദൈവത്തിന്റെ വചനം ഈ തലമുറയിലൂടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നാം, സ്തോത്രം, ഇവിടെ വന്നിട്ട് തല മറന്ന് എന്നതാക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. നാം ഇവിടെ വന്നിട്ട് നമ്മുടെ ശൈലി മറന്നു പോകരുത്. നമ്മുടെ പാരമ്പര്യത്തിൽ ഊന്നിയല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിലും ഒരു ആത്മീക പൈതൃകം നമുക്കുണ്ട്. ഹല്ലേലൂയ. ഒരു വിളി ദൈവത്തിന്റെ ഉണ്ട്. അത് നാം തുടർന്ന്, അതുകൊണ്ട് പിതാക്കന്മാരൊക്കെ അതിനോട് നിലകൊള്ളുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പ്രമാണത്തിന് വേണ്ടി പറയുന്നത്, കാരണം ഇത് തലമുറയിലേക്ക് പകരപ്പെടണം. അല്ലെങ്കിൽ നെഹമ്യാവിനെ പോലെ ഒരു എഴുന്നേക്കത്തില്ല. എത്ര പറയാൻ മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. തലമുറകൾ കഴിഞ്ഞു, പ്രവാസം കഴിഞ്ഞു, ദൈവം നടത്തിയ വിധങ്ങള്, ഇസ്രായേലിന്റെ കാര്യങ്ങള്, ഇതൊന്നും നെഹമ്യാവ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഇരുന്ന് പഠിച്ചതല്ല. ദൈവത്തിന്റെ ശബ്ദത്താൽ അവനിലേക്ക് വെളിപ്പെട്ട, പ്രാർത്ഥനയിൽ വെളിപ്പെട്ട, പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി ദൈവം അരുളി ചെയ്തു കൊടുത്ത വചനങ്ങളാണ്. These are passed on to Nehemiah
by the grace of God, by the power of the Holy Spirit, and these days we shall make sure, hallelujah, praise the Lord, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം നാം മറന്നു പോകരുത്, they have to come into the culture, the tradition where God is dealing with us, where God has dealt with us. നമ്മോട് നമ്മുടെ മാതാപിതാക്കളോട് ദൈവം ഇടപെട്ട ഒരു രീതിയുണ്ട്, praise the Lord, അത് തലമുറയിലേക്ക് എത്തിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ. സ്ട്രക്ചർ, അതിന്റെ അവരോട് ദൈവം ഇടപെടുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും, അവരുടെ കൾച്ചർ വ്യത്യസ്തമായിരിക്കും, ഭാഷ വ്യത്യസ്തമായിരിക്കും, but the framework shall be same. Praise the Lord. Hallelujah. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ഞാൻ വിചാരിക്കുന്നു. Praise the Lord. അവരതൊക്കെ പഠിച്ചോളും പാസ്റ്റർ, ഇവിടെ ഉണ്ട് ചർച്ച്, ഇവിടെ ഉള്ളവർക്കുണ്ട്, അതല്ല, സ്തോത്രം. ഹല്ലേലൂയ. നാം അവരെ നയിച്ചില്ലെങ്കിൽ, ഹല്ലേലൂയ, അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു, സോ നിന്നിലൂടെ ഉത്ഭവിക്കുന്നവൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദമ്മേശക്കാരൻ എലയാസറിന്റെ അല്ല, നിന്നിലൂടെ നമ്മളിലൂടെ ഉരുത്തിരിഞ്ഞത് നമ്മുടെ തലമുറയിൽ പ്രതിഫലിക്കുവാൻ ഈ നാളിൽ എത്രവർ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതാണ് ആത്മീയതയിൽ അതുകൊണ്ട് സംഘടനക്കാരൻ പറഞ്ഞത്, നിന്നെ ഭയപ്പെടുന്നവരുടെ അവകാശം, the heritage of those who love you, those who fear your name. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഈ ചരിത്രം എഴുതി വെച്ചതിന്റെ കാര്യം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ രാജക്കന്മാർ ഇതെല്ലാം പാസ് ഓൺ ചെയ്ത് വന്ന നമ്മൾ പറയും, 2-3-4 തലമുറ ആകുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ. എന്തുകൊണ്ട് നെഹമ്യാവ് അങ്ങനെ ആയില്ല? പ്രൈസ് ദി ലോർഡ്. നെഹമ്യാവിന്റെ എന്തുകൊണ്ട് ആത്മഭാരം വന്നു? കാരണം ഇതെല്ലാം ഇത്രയും വർഷങ്ങൾ, ഇത്രയും രാജാക്കന്മാരിലൂടെ അവർ പ്രവാസത്തിൽ കടന്നുപോയിട്ടും ആലയത്തെ കുറിച്ച്, യെരൂശലേമിന്റെ മതിലിനെ കുറിച്ച് കരയുന്നൊരു 4ാം തലമുറക്കാരനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഇതാണ് നമുക്ക് സംഭവിക്കേണ്ടത്, ഇതാണ് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടേണ്ടത്. ഹല്ലേലൂയ. നെഹമ്യാവിന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഹല്ലേലൂയ. ആ വാക്യങ്ങൾ നാം വായിച്ചു, ഇനി അവിടേക്ക് നോക്കണ്ട, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഹല്ലേലൂയ. The context of Nehemiah's prayer. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടൽ. ഹല്ലേലൂയ. ഈ ഹൈ പൊസിഷനിലിരുന്ന, ഈ ബിസിയായ ലൈഫ് നയിച്ച, ഈ ക്യാബിനറ്റ് റാങ്കിലിരുന്ന, യെരൂശലേമിനെ കുറിച്ചോ ആലയത്തെ കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലാതിരുന്ന, അവന്റെ ലൈഫ് കംഫർട്ടബിൾ ആയിരുന്ന ഒരു മനുഷ്യനായ നെഹമ്യാവിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകർന്നു എന്നത് തെളിവ് നെഹമ്യാവിന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നെഹമ്യാവ് രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു. നെഹമ്യാവ് എഴുതിയെന്ന് അറിയാമോ? ഞാൻ വലിയ പുള്ളിയാണ് കാണിക്കാൻ വേണ്ടിയല്ല, സ്തോത്രം, രാജാവിന്റെ പാനപാത്രവാഹകൻ എന്ന്. അടുത്ത മെസ്സേജിൽ ഞാൻ ആ രാജ്യത്തിന്റെ മാപ്പൊന്ന് കാണിക്കാം. പ്രൈസ് ദി ലോർഡ്. എത്രയോ വലിയൊരു രാജ്യത്തിന്റെ, എത്രയോ വലിയൊരു സാമ്രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന രാജാവ് കുടിക്കുന്ന വെള്ളത്തിന്റെ സ്വതന്ത്രം വിചാരം എന്ന് പറഞ്ഞാൽ വെള്ളം എടുത്തു കൊടുക്കുന്ന മണിയെന്നല്ല അർത്ഥം. That is a top rank cabinet position. Hallelujah. He is in charge of all those things that goes inside the king. വലിയൊരു സ്ഥാനമാണ്. എന്തിനാ നെഹമ്യാവ് എഴുന്നറിയാമോ? ഞാൻ ഈ സ്ഥാനത്തിരിക്കുമ്പോഴും എനിക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുമായിരുന്നു. ഈ സ്ഥാനത്തിരിക്കുമ്പോഴും യെരൂശലേമിനെ കുറിച്ചുള്ള ഒരു വാർത്ത എന്റെ ഹൃദയത്തെ തകർത്തു. ഹല്ലേലൂയ. ഈ സ്ഥാനത്ത് ഞാൻ ഇരിക്കുമ്പോഴും യഹോവയുടെ ആലയത്തെ കുറിച്ച് ഒരു എലിയും എനിക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. 4ാം തലമുറക്കാരനായിട്ടും ഇത്ര രാജ്യങ്ങൾ, ഇത്ര രാജാക്കന്മാർ വന്നിട്ടും എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയനുറക്കത്തോടെ ചരിത്രം പറഞ്ഞ്, വാഗ്ദത്തം പറഞ്ഞ്, ദൈവം കൊടുത്ത പ്രോമിസ് എണ്ണി പറഞ്ഞ്, ദൈവസ്ഥല പിതാക്കന്മാരുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ്, പ്രവാസത്തിൽ പോയവരെ അവരുടെ അനുഭവങ്ങളെ എണ്ണി പറഞ്ഞ് നെഹമ്യാവ് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, നാം പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു പടി കൂടി കടന്നു പറഞ്ഞാൽ നമ്മേക്കാൾ അധികമായി പ്രാർത്ഥിക്കാൻ നമ്മുടെ തലമുറ കഴിയും. ഹല്ലേലൂയ. ആത്മീയ അനുഭവങ്ങളോട് പ്രാർത്ഥിപ്പാൻ, വചനം ചൊല്ലി പ്രാർത്ഥിപ്പാൻ, പിതാക്കന്മാരുടെ അനുഭവങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിപ്പാൻ. അതുകൊണ്ട് പറയുന്നത് നമ്മുടെ ഇല്ലായ്മയുടെ കഥകളൊന്നും കുഞ്ഞുങ്ങളൊന്നും മറച്ചു വെക്കരുത്, അവരോട് പറഞ്ഞു കൊടുക്കണം, ഇതാണ് അനുഭവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവർക്ക് മനസ്സിലായില്ലെങ്കിൽ എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാമോ നമ്മുടെ ബ്രോക്കൺ ഇംഗ്ലീഷിലും അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ മനസ്സിലേക്ക് ദൈവ ഭയം പ്രവേശിപ്പിക്കണം. ഹല്ലേലൂയ. ദൈവം നടത്തിയ വിധങ്ങൾ അവർ ഓർക്കണം. ഹല്ലേലൂയ. എന്നിരുന്നാൽ എവിടെയെങ്കിലും ഒരു സമയത്ത് ജീവിതം വഴിമുട്ടുമ്പോൾ അവർ മറ്റു വഴിയിലേക്ക് പോകത്തില്ല, അവർ ദൈവത്തിലേക്ക് തിരിയും. ഹൃദയം തുറക്കുന്ന വാർത്ത നെഹമ്യാവിന്റെ അടുക്കൽ വന്നപ്പോൾ the first response was prayer. ഹല്ലേലൂയ. ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരുവന് എവിടെ വേണമെങ്കിലും ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, റെക്കമെൻഡേഷനോ
ഇൻഫ്ലുവൻസിനോ പോകുവാൻ കഴിയും, അല്ലെങ്കിൽ ശുപാർശയ്ക്ക് പോകുവാൻ കഴിയും. പക്ഷെ അവൻ പറയും രാജാവിനേക്കാൾ മുകളിലായി, ഇത്ര വലിയ സാമ്രാജ്യ ശക്തികളെക്കാൾ മുകളിലായി പിതാക്കന്മാരുടെ ദൈവമായ അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമായ എന്റെ ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പോൾ നെഹമ്യാവ് തിരഞ്ഞെടുത്തു. ഇതൊരു ഭാഗ്യം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എന്റെ തലമുറ ഹല്ലേലൂയ ദൈവത്തെ ആശ്രയിക്കുന്നു എന്നത് കാണാനാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പോക്കറ്റ് മണിക്ക് എന്റെ കയ്യിൽ കരം നീട്ടുന്നതല്ല. ഹല്ലേലൂയ. അവരേത് ആവശ്യത്തിനും എന്റെ അടുത്ത് വരുന്നതല്ല, എന്റെ അടുത്ത് വരും മുമ്പ്. എല്ലാ കാര്യങ്ങളും പേരൻസ് എടുത്ത് പറയാൻ കഴിയത്തില്ല, എല്ലാ കാര്യങ്ങളും പാസ്റ്ററോട് പറയാൻ കഴിയത്തില്ല, എല്ലാ കാര്യങ്ങളും അപ്പച്ചോടും അമ്മച്ചോടും പറയണമെന്നില്ല. പക്ഷേ അവർക്ക് പറയാൻ എപ്പോഴും ദൈവം അവൈലബിൾ ആയിരിക്കണം. യെസ്, അവർ ഗോഡ് ഈസ് അവൈലബിൾ. ഇന്ന് പകൽക്കാലം എത്ര ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? പരപ്രേരണ കൂടാതെ, വിത്തൗട്ട് എനിബഡീസ് ഹല്ലേലൂയ ഫോഴ്സ്, ഹല്ലേലൂയ വിത്തൗട്ട് എനി ഔട്ട്സൈഡ് ഫോഴ്സ്, ഹല്ലേലൂയ അവർ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്കൊരു ദൈവമുണ്ട്. എന്റെ ഹൃദയം തകരുമ്പോൾ ഹല്ലേലൂയ ദൈവനാമത്തെ കുറിച്ച് അവരുടെ ഭൗതിക ആവശ്യങ്ങളുടെ തലമുറയെല്ലാം they are worried about their own things. അവർക്ക് വേദന വരുമ്പോൾ അവർ പ്രാർത്ഥിക്കും. പക്ഷേ നമ്മുടെ തലമുറ അവിടെ പോരാ, അതിനോട് പ്രാർത്ഥിച്ചോട്ടെ. പക്ഷേ ദൈവനാമത്തെ കുറിച്ച് ഒരു ഭാരമുള്ള തലമുറ, യേശുവിന്റെ നാമം, ഹല്ലേലൂയ സുവിശേഷത്തെ കുറിച്ച്, ദൈവരാജ്യത്തെ കുറിച്ച് ഒരു ഭാരമുള്ള തലമുറ. നെഹമ്യാവ് രാജാവിന്റെ ഭാരപാത്രവാഹകനായിരിക്കുമ്പോഴും യെരൂശലേമിന്റെ മതിൽ തീവെട്ടി ചുട്ടത് ഹല്ലേലൂയ ഹനാനി എന്ന് പറഞ്ഞപ്പോൾ അവന്റെ ഹൃദയം തകർന്നു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഈ സാമ്രാജ്യത്തിന്റെ തലവന്റെ ഹല്ലേലൂയ മനസ്സിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെടും വണ്ണം പ്രൈസ് ദി ലോർഡ് അവന്റെ ഹൃദയം തകരുവാനായി. Praise the Lord. ഇനി നെഹമ്യാവിന്റെ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥന, how he was praying, hallelujah, who he was praying to, hallelujah, he was praying to, hallelujah, praise the Lord, he was praying to the Lord, the God of heaven, the great and awesome God. നമ്മൾ എപ്പോഴും പറയും, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ദൈവത്തെ സ്തോത്രം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ പേര് ഉച്ചരിക്കുമ്പോൾ തന്നെ എന്റെ ദൈവം എന്നൊരു പേര്, ഹല്ലേലൂയ, ചുമ്മാ ദൈവമേ എന്നല്ല വിളിച്ചത്. പറഞ്ഞിരിക്കുന്ന വാക്യം ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. 3 തലമുറ കഴിഞ്ഞു, പക്ഷേ ദൈവം ആരെന്ന് ശരിയായി അറിയാവുന്ന, ദൈവവുമായി ബന്ധമുള്ള ഒരു വലിയ വാക്കാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു കേട്ട അനുഭവമല്ല, അവൻ സാക്ഷാൽ പാനപാത്രവാഹകനായിരിക്കുമ്പോഴും അവന്റെ അനുഭവമായിരുന്നു ഇസ്രായേലിന്റെ യഹോവ, the Lord God of Israel, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നെഹമ്യാവിന്റെയും ദൈവമായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ പോലെ എന്റെ അപ്പന്റെ ദൈവം പറഞ്ഞാൽ പോലെ എന്റെ അപ്പന്റെയും എന്റെയും ദൈവം എന്ന് പറയുവാൻ, ഹല്ലേലൂയ പ്രാർത്ഥനയിൽ അത് ഉറപ്പിച്ചു പറയുവാൻ, അത് ഉച്ചരിച്ചു പറയുവാൻ, അനുഭവത്തോടെ പറയുവാൻ നമ്മുടെ തലമുറക്കിടയാണ്. എത്ര പേരുടെ സ്തുതിപ്പാൻ കഴിയും? കേട്ടു പ്രാർത്ഥിക്കുന്ന കാലം പോയി, പ്രിയമുള്ളവരെ, കേട്ടു പറയുന്ന കാലം പോയി. അനുഭവമുള്ളവരെയാ ദൈവത്തിന് വേണ്ടതാ നമ്മുടെ തലമുറയിലേക്ക് ഈ അനുഭവങ്ങൾ പകരപ്പെട്ട് ഇതുപോലെ കാലം അതിനെതിരായി വെല്ലുവിളികൾ ഏതൊക്കെ ഒഴിവുകളിലാണെങ്കിൽ ഇതുപോലെ കാലം അതിനെ ഭേദിച്ച് മുന്നേറുവാനുള്ള ഒരു ദൈവകൃപ കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരപ്പെടുവാനാകട്ടെ. എല്ലാ എക്സ്ക്യൂസും മാറിപ്പോകട്ടെ, എല്ലാ ഹല്ലേലൂയ തടസ്സങ്ങളും ഇത് പകരക്കാലം യേശുവിന്റെ രക്തത്താൽ ഹല്ലേലൂയ തലമുറയിലേക്ക് വെളിപ്പെടാതെ, തലമുറയിലേക്ക് വെളിപ്പെടുവാൻ തടസ്സമായിരിക്കുന്ന സകലത്തിന്റെ പേരിലും സകല ഭൂമികളുടെ പേരിലും ഇത് പകരക്കാലം നെഹമ്യാവിന്റെ ദൈവം, എസ്രയുടെ ദൈവം, എസ്രയുടെ ദൈവം, ദാനിയേലിന്റെ ദൈവം, ഹല്ലേലൂയ എല്ലാ പ്രതികൂലങ്ങളെയും മാറി ഹല്ലേലൂയ ഈ തലമുറയിലേക്ക് ദൈവശക്തി പരിശുദ്ധാത്മാവിനാൽ വ്യാപരിക്കേണ്ടതിനായി എല്ലാവരും മുഹമ്മദിനെ സ്തുതിച്ചാട്ടെ. വീണ്ടും ഹല്ലേലൂയ ശക്തികള് ഭൂമികള് ഹല്ലേലൂയ ശത്രു എവിടെ കെട്ടിയോ അതിനെ ഹല്ലേലൂയ വേരോടെ പിഴുതെറിഞ്ഞ് എന്റെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ദിവസം തലമുറ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവശക്തി വ്യാപരിക്കട്ടെ. അവിടെ വഴി തുറക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കട്ടെ. അവരുടെ കാലുകൾ ദൈവത്തെ പതിയുമ്പോൾ അവിടെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ആരാധനയിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇംഗ്ലീഷ് പാടി ദൈവത്തെ ആരാധിക്കുമ്പോഴും ഇതിനകത്ത് അന്യഭാഷ ശബ്ദമാണ്. മലയാളം പാട്ട് പാടുമ്പോൾ മാത്രമല്ല അന്യഭാഷ വെളിപ്പെടേണ്ടതാ. ഓ ഹല്ലേലൂയ
മക്കളുടെ മുലകുടിക്കുന്നവരുടെ കുഞ്ഞുങ്ങളുടെ നാവിലും ദൈവത്തിന്റെ ശക്തി പകരുമെന്ന് പ്രവാചകൻ പറഞ്ഞെങ്കിൽ ഈ ദിവസം നെഹമ്യാവിന്റെ ദൈവം ദൈവത്തിന്റെ വ്യാപരിക്കുക അടുത്തിരിക്കുന്ന തലമുറ നാവിന്റെ മേൽ ആ ദൈവശക്തി പകരപ്പെടും. ചെറുപ്പക്കാരെ വിശ്വസിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ നാനാ സ്വഭാവം മാറും. ഹല്ലേലൂയ. നിങ്ങളുടെ നാടിന്റെ പുതുഭാഷ തരാൻ പോവുക. ഹല്ലേലൂയ. Be prepared for that in your prayer room. Hallelujah. ഈ ദിവസങ്ങളൊരു സാധാരണ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഇവിടെ ഒരു ദൈവപ്രവൃത്തി നമുക്ക് മുമ്പായി ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായി നിൽക്കുവാൻ ദൈവമേ നീ എന്നെ കണ്ടെങ്കിൽ. ഹല്ലേലൂയ. നെഹമ്യാവിന്റെ പ്രാർത്ഥന ആദ്യത്തെ പ്രാർത്ഥന അല്ല പ്രിയമുള്ളവരെ. തിരുവചനത്തിന്റെ ഭാഗമായി മാറിയ ഈ പ്രാർത്ഥനയ്ക്ക് മുൻപായി നെഹമ്യ ഒരുപാട് തവണ പ്രാർത്ഥിച്ചത്. ഇത് ആദ്യത്തെ പ്രാർത്ഥനയല്ല നാം വായിച്ചത്. ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ അനവധിയായി അവന്റെ ഓഫീസ് റൂമിലും അവന്റെ പദവിയിലും മുഴുകിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവന്റെ ആ ഒരു ഫെസിലിറ്റീസില് അവന്റെ കംഫർട്ടില് ഹരിതമൊഴികൾ. അതുകൊണ്ട് നെഹമ്യാവിന്റെ കാതില് യെരൂശലേമിന്റെ ശോചനീയാവസ്ഥ എത്തിയത്. എത്രകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. നമ്മുടെ തലമുറകളെ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി അത് സാമ്പത്തികമായോ മറ്റേതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ പ്രാർത്ഥനയുണ്ട്. അതിന്റെ പിന്നിൽ പ്രാർത്ഥനയുണ്ട്. ഓ, നിന്റെ ഒരു ഞരക്കമുണ്ട്, നിന്റെ ഒരു നെടുവീർപ്പുണ്ട്, നിന്റെ മനസ്സിന്റെ ആഴത്തില് ഒരു നിലവിളി കിടപ്പുണ്ട്. ഹല്ലേലൂയ. സ്വതവേ സംഭവിച്ചതല്ലത് പിതാക്കന്മാരുടെ കണ്ണുനീര് വാഗ്ദത്തം കിടപ്പുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് പകൽക്കാലം ആ വാഗ്ദത്തങ്ങൾ ഉരുത്തിരിഞ്ഞ് അതിന്റെ പ്രവൃത്തി പദത്തിലേക്ക് വരുവാൻ? ഓ ഹല്ലേലൂയ. വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച ദൈവദാസന്മാരുടെ തലമുറ വിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിന്റെ തലമുറ എഴുന്നേൽപ്പിക്കും. ഓ, ശക്തന്മാരായി ദൈവത്തിനെ കൊണ്ടുപോകൽ യാദൃശ്ചികമല്ല. ഓ, ചേർന്ന് നിന്ന് ഓ കെട്ടിടങ്ങൾ പണിയുവാൻ, ഓ മതില് പണിയുവാൻ, ആലയം പണിയുവാൻ, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി ദൈവം നമ്മെ ഉപയോഗിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറയാ വാട്ട് ഹി പ്രേഡ് ഫോർ. എന്താ നെഹമ്യാവ് പ്രാർത്ഥിച്ചത്? നെഹമ്യാവ് ദൈവത്തെ ഓർപ്പിച്ചു നിർത്തുക. വാഗ്ദത്തങ്ങൾ ഓരോന്ന് ഓർപ്പിച്ചു നിർത്തുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രാർത്ഥിച്ച വാഗ്ദത്തം എത്ര പേര് തലമുറയോട് ഷെയർ ചെയ്തിട്ടുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാപിച്ച വാഗ്ദത്തം ഷെയർ ഇറ്റ് വിത്ത് യുവർ ജനറേഷൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഭൗതികമായത് മാത്രമല്ല കേട്ടോ, ആത്മീകമായ അനുഗ്രഹങ്ങൾ നാം പ്രാർത്ഥനാ മുറിയിൽ പ്രാപിച്ചത് നമ്മുടെ തലമുറയെ ചേർത്ത് പിടിച്ച് അവരുടെ ഷെയർ ചെയ്യണം. ഇതിന് പറഞ്ഞ കർത്താവ് നമ്മെ ഓർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നെഹമ്യാവിന്റെ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് വളരെ ശക്തമായിരുന്നു. ദൈവശാസ്ത്രപരമായ നെഹമ്യാവിന്റെ അറിവ് വളരെ ആഴമുള്ളതായിരുന്നു. ഹല്ലേലൂയ. Because he prayed to God, hallelujah, for forgiveness. Hallelujah. നെഹമ്യാ പറയാ, ഭൂമിയുടെ അറുതി വരെ പോയാൽ അവർ ഒരു കുളം പോലും ശേഷിക്കാതെ ഒരു മടക്കി വരുന്ന ഒരു ദൈവമായി ഇസ്രായേലിന്റെ ദൈവം. ഹല്ലേലൂയ. ഇടിച്ചു കളയുന്നതിന് പണിയുന്നവനാണ് നെഹമ്യാവിന്റെ ദൈവം. ഓ, ഈ അറിവോട് ലഭിച്ചേ. ഹല്ലേലൂയ. ഏത് തകർച്ചയുടെ അവസ്ഥയിൽ പോയാലും പെന്തക്കോസ്തുകാരുടെ നാലാം തലമുറ മറ്റു വഴിയിലേക്കല്ല പോകേണ്ടത്. പിതാവ് വിളിച്ച നാലാം തലമുറയ്ക്കപ്പുറത്ത് നമ്മുടെ പിതാക്കന്മാർ വിളിച്ച ദൈവത്തെ ഹല്ലേലൂയ ഒരു ശങ്കയും കൂടാതെ വിളിപ്പാൻ. ഹല്ലേലൂയ. നമ്മൾ പോകേണ്ടത് കൗൺസിലിന്റെ അടുത്തും ഫാമിലി കോർട്ടിലേക്കും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മറ്റൊന്നിലേക്കുമല്ല. നമ്മുടെ മക്കൾ ആശങ്ക വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ വിളിച്ചപേക്ഷിക്കേണ്ട ഒരു നാമമുണ്ട്. അത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നവന്റെ നാമം. ഓർക്കുന്ന ദൈവമാ യഹോവ ഇരേ, യഹോവ നിസി, യഹോവ റാഫ, യഹോവ എബെനേസർ എന്ന് പറയുന്ന എന്റെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ നാമം മറന്നു പോകരുത്. അവരുടെ നാവിൻ തുമ്പത്ത് ഹല്ലേലൂയ ഏറ്റവും ഈസി ആക്സസ് ആയിട്ടുള്ള ഏത് എമർജൻസി നമ്പറിനേക്കാളും അവരുടെ നാവിൻ തുമ്പിൽ, അവരുടെ ഹൃദയത്തിന്റെ പലകയിൽ എന്റെ ദൈവത്തിന്റെ നാമം ഉണ്ടാകണം. നെഹമ്യാവ് പ്രാർത്ഥിച്ചു, ഓർക്കുന്ന ദൈവം. God who remembers. ഹല്ലേലൂയ. അടുത്തതായി ഹല്ലേലൂയ വാഗ്ദത്തം ഹല്ലേലൂയ ഏറ്റുപറഞ്ഞ് ആവർത്തിച്ചു പറഞ്ഞ്
Reassuring the promises of God. ഇന്ന് പകൽക്കാലം വാഗ്ദത്തങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കാൻ നാം ആരംഭിക്കണം. വാഗ്ദത്തം പ്രാർത്ഥി ഡയറി എഴുതിയിട്ടാ പോരാ, നിന്റെ മനസ്സിൽ കിടന്നാ പോരാ, നിന്റെ നാവിൻ തുമ്പിലൂടെ ആ വാഗ്ദത്തം നിന്റെ ചുറ്റുമുള്ള പ്രതികൂലങ്ങളെ ഭേദിച്ച് നിനക്ക് ചുറ്റും പാളയം നിൽക്കുന്ന ഏത് ശത്രുവിന്റെ പോരിനെയും ഭേദിച്ച് ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്. ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ വാക്ക്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവന്റെ വചനമായി ചരെ വിടുവിക്കുന്ന മറ്റൊന്നും നമുക്ക് പറയണ്ട, നമ്മുടെ റിസോഴ്സ് നമുക്ക് പറയണ്ട. ഓ, നമുക്ക് പുകഴ്ത്തി പറയുവാനൊന്നുമില്ല. We don't have anything to boast, but we have only the promises of God. We are standing on the promises of God. Hallelujah. ഇതിൽ പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ പ്രിയമുള്ളവരെ, എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ, എന്റെ പിതാക്കന്മാർ അനുഭവിച്ച ആത്മീയ അനുഭവം എന്നിലൂടെ ഒന്ന് പകരപ്പെടണം. അതിന് കംഫർട്ടോ, അതിന് എന്റെ പദവിയോ ഒന്നും ഒരു തടസ്സമല്ല. നെഹമ്യാവിന് ഒരു തടസ്സമല്ലെങ്കിൽ നമുക്കോ തടസ്സമല്ല. നാം ഇവിടെ ഇരിക്കുന്ന ആരും നെഹമ്യാവിന്റെ ഈ പൊസിഷനിൽ ആരും ഇല്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നെഹമ്യാവിന് ഇത് സാധിച്ചെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് ഇത് സാധിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? തകർച്ചയിൽ തകർന്നതിനെ പണിയുവാൻ എന്റെ ദൈവം ഉപയോഗിച്ചത് നെഹമ്യാവിനെ, എസ്രയെ പോലെയുള്ള പ്രവാസത്തിലേക്ക് പോയവരുടെ വിദൂര തലമുറകളെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഇടിഞ്ഞു കിടക്കുന്നതിന്റെ പ്രമാണം, തെറ്റി കിടക്കുന്നതിന് പ്രമാണത്തിന് ഇടിവ് സംഭവിച്ചതിന് പ്രമാണം, ഹല്ലേലൂയ, എവിടെയൊക്കെ ഇടിവ് പറ്റിയോ, ആലയത്തിന് എവിടെയൊക്കെ ഇടിവ് പറ്റിയോ, മതിലിന് എവിടെയൊക്കെ ഇടിവ് പറ്റിയോ, ബന്ധങ്ങളെവിടെയൊക്കെ ഇടിവ് പറ്റിയോ, അതെല്ലാം പണിയുവാൻ, പ്രാർത്ഥനയാൽ പണിയുവാൻ, വചനത്താൽ പണിയുവാൻ നമ്മുടെ തലമുറയെ അഭിഷേകം ചെയ്ത് എത്ര പേർ വിശ്വസിക്കുന്നു? ഒരുമിച്ച് ദൈവത്തിന് സ്തുതിച്ചാണ്. ഇതുപോലെ അല്പസമയം ഹല്ലേലൂയ കരങ്ങളെ തട്ടി ആ ദൈവശക്തികളിലേക്ക് മലയപ്പെടുവാൻ, ഹല്ലേലൂയ, തലമുറകൾ മാറി, ഭൂഖണ്ഡങ്ങൾ കടന്ന്, ഹല്ലേലൂയ, അനുഭവങ്ങൾ കടന്ന്, ഹല്ലേലൂയ, പ്രതികൂലങ്ങൾ കടന്ന്, ഒഴിവ് കഴിവുകൾ കടന്ന് അഭിഷേകം വ്യാപരിക്കുന്നത്. അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഞായറാഴ്ച ഒരു സാക്ഷ്യം പറഞ്ഞു ഒതുക്കാനുള്ളതല്ല, നീ ഘോഷിക്കണം. നിന്റെ ഭവനത്തിൽ നീ ഘോഷിക്കണം. കട്ടളക്കാരന്മേൽ, കുറുമ്പടിമേൽ, നെറ്റിയുടെ മേൽ, ഹല്ലേലൂയ, കൈത്തണ്ടിന്മേൽ കാണത്തക്കവണ്ണം. എത്ര പേര് വിശ്വസിക്കുന്ന ഇതൊക്കെ നമ്മൾ സൈഡ് ലൈൻ ചെയ്ത് പോയി വല്ലപ്പോഴും സാക്ഷ്യം പറഞ്ഞ, വല്ലപ്പോഴും അനുഭവം പറഞ്ഞ് ഒതുക്കുക. എന്നാൽ പത്രോസ് പറയുകയാ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവരുടെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതി, രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാനും ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങൾ ഇത് പ്രഘോഷിക്കണം. അവരുടെ നിങ്ങൾ പ്രഘോഷിക്കണം. കാഹള പോലെ നമ്മുടെ ശബ്ദങ്ങളെ ഉയർത്തുക. ഹല്ലേലൂയ. യേശുവിന്റെ പ്രവർത്തിക്കാൻ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. ഈ ദിവസങ്ങൾ അന്യായമായ ചിലത് നമ്മുടെ തലമുറയെ ബന്ധിപ്പാൻ, ഹല്ലേലൂയ, ദൈവപ്രവൃത്തിക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതിന് മറ്റു പലതോട്ട് വരിഞ്ഞു മുറുക്കി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആക്കിയിരിക്കുന്ന അനുഭവങ്ങളിൽ ഈ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, ദൈവത്തിന് വിടുതൽ നടക്കണം. ഹല്ലേലൂയ. എബ്രായർ കാണുന്നുണ്ട്, our God is disciplining us. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പലതിനും മറുപടി ഇല്ലാത്തതിന്റെ കാര്യം, പലതിനും മറുപടി താമസിക്കുന്നതിന്റെ കാര്യം, our God would like us to be fully equipped for the work of his kingdom. ദൈവത്തിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായി. ഹല്ലേലൂയ. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടൊന്നുപോലെ നിങ്ങളോട് പെരുമാറുന്നു. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ദൈവം പറഞ്ഞു, നിങ്ങൾ എന്റെ മക്കളാണ്. ഇന്ന് പകൽക്കാലം നമുക്കൊരു പേരുണ്ട്, ദൈവ മക്കളാണ്. ദൈവത്തിന്റെ മക്കളെ ഉള്ളൂ, കൊച്ചുമക്കളെ. God only has children. He does not have grandchildren. നമ്മുടെ മക്കൾ ദൈവത്തിന്റെ കൊച്ചുമക്കളല്ല, നമ്മുടെ മക്കൾ ദൈവ മക്കളായിത്തീരണം. യേശുവിന്റെ കഥാചരം ഇന്ന് പകൽക്കാലം അപ്പന്റെ ആനുകൂല്യം പറ്റുന്നവനല്ല, യഥാർത്ഥ അനുഗ്രഹം പ്രാപിക്കുന്നവൻ,
നോക്കി അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിനെ ദൈവം വേർതിരിച്ചത്, ഇസഹാക്കിന്റെ മകനായ യാക്കോബിനെ ദൈവം വേർതിരിച്ചത് നേരിട്ട് ഇടപെട്ട. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എന്റെ അപ്പന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറയുന്ന അനുഭവത്തിലേക്ക്, എന്റെ പിതാക്കന്മാരുടെ ദൈവം എന്റെ ദൈവം എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് നമ്മുടെ തലമുറ രൂപാന്തരണം. ഒരു നിമിഷം പഴയ ദിവസത്തിൽ അടയ്ക്കാം. ഇന്ന് പല കേൾപ്പിച്ച ആലോചന നമ്മുടെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതാം. ഹല്ലേലൂയ. നെഹമ്യാവിന്റെ പ്രാർത്ഥന, അവൻ എത്രത്തോളം ദൈവവുമായി ബന്ധപ്പെട്ടുവെന്ന്. തകർച്ചയിൽ പണി യെരൂശലേമിന്റെ മതിലിനെ തീ വെച്ച് ചുട്ടെന്ന് കേട്ടപ്പോൾ, ജനത്തിന്റെ നിന്ന കേട്ടപ്പോൾ, ദൈവനാമത്തിന്റെ നിന്ന കേട്ടപ്പോൾ ഹൃദയ നുറുക്കത്തോടെ ദൈവത്തിൽ പ്രാർത്ഥിച്ച നെഹമ്യാവിനെ പോലെ, ന്യായപ്രമാണത്തെ ഉറപ്പിച്ച എസ്രയെ പോലെ, ജനത്തിന് വേണ്ടി നിലകൊണ്ട എസ്തേറിനെ പോലെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കട്ടെ. ദാനിയേലിനെ പോലെ, ഹനന്യാവിനെ പോലെ, മീശായേലിനെ പോലെ, അസര്യാവിനെ പോലെ തീച്ചൂളയ്ക്ക് നടുവിൽ നാലാമന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. എത്ര പേർ ആഗ്രഹിക്കുന്നു? എല്ലാവരും ദൈവത്തിന് സ്തുതിച്ചാട്ട്. സമയമൽപ്പം മുന്നോട്ട് പോയെങ്കിലും എല്ലാവരും ദൈവത്തിന് സ്തുതിച്ചാട്ട്. ഈ ദിവസം നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. എല്ലാവരും ദൈവത്തിന് സ്തുതിച്ചാട്ട്. കർത്താവേ, കർത്താവേ, ഈ തലമുറയിലേക്ക് പകരപ്പെടണം. അതിന് തടസ്സമായി ഞാൻ നിൽക്കുന്നുവെങ്കിൽ കത്തട്ടെ, കത്തട്ടെ. ഹല്ലേലൂയ. ഈ അഗ്നി കത്തട്ടെ. ഹല്ലേലൂയ. ഈ ദൈവശിഖ തലമുറയായി കൈമാറിയത്, ഈ ആത്മിക പൈതൃകം, അത് ഞാൻ തടസ്സമെങ്കിൽ ഈ ദിവസം ഞാൻ കത്തട്ടെ, അത് കത്തി പടരട്ടെ. ഹല്ലേലൂയ. പച്ചമുളക് ഉണങ്ങിയവരോട് ചേർത്തിരിക്കുമ്പോൾ അത് കത്തുന്നത് പോലെ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ ആളി പടർപ്പിലേക്ക്, അഗ്നിയിലേക്ക് ദൈവസഭയെ ദേശത്തെ ഉപയോഗിക്കുന്ന ഈ ദിവസങ്ങൾ വെളിപ്പാട് പ്രാപിക്കാനിടയായി തീരട്ടെ. അതിനായിരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ചോദിച്ചാൽ പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അടിയങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ, ഈ ആഴ്ച കൊടുത്ത 1-ാം ദിവസം അടിയങ്ങൾ തിരുസന്നിധിയിൽ കടന്നു വന്ന സന്ദർഭം മുതൽ എന്റെ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരുന്നു. കർത്താവെ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവവിളിയാക്കിയ എല്ലാ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവേ, ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സഭയായി ഞങ്ങളെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അടിയങ്ങൾക്ക് നല്ല സങ്കീർത്തനത്തെ നൽകി തന്നോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവരുടെ ദാസനെല്ലായി ബലപ്പെടുത്തിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വനപാഠവാക്യങ്ങളെ ദൈവസേനയിൽ അറിയിപ്പാൻ ഇടയാക്കിയല്ലോ. ദൈവമേ, അവരെ അവിടുത്തെ കൃപയിൽ സൂക്ഷിച്ചു കൊള്ളണമേ, രക്തോളം പൊതിഞ്ഞു കൊള്ളണമേ, കൃപയാൽ അവരെ താങ്ങിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യർക്കും ദൈവത്തിനും കൊള്ളാവുന്നവരായി ജീവിക്കത്തക്കണം കർത്താവിന്റെ കൃപ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരുന്ന് കർത്താവിനെ കരം പിടിച്ച് നടത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യത്തിലുള്ള പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച എല്ലാവർക്കായും സ്തോത്രം ചെയ്യുന്നു. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകണമേ, കൃപയിൽ സൂക്ഷിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യാത്ര ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവത്താലുള്ള വിടുതലും സൗഖ്യമവർക്ക് കൊടുത്ത് ഓരോരുത്തരെയും സഹായിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന ഞങ്ങളുടെ ദാസനെ വീരിപ്പാൻ കർത്താവ് ബലപ്പെട്ടിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ ചെറുമക്കളും കർത്താവിന്റെ പാദപീഠത്തിൽ തന്നെ ആയിരിക്കാൻ, അവിടുത്തെ വചനം അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളുടെ ദൈവം എന്ന പറയത്തക്കോണം ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ബലപ്പെടുത്തിക്കൊള്ളണം. പിതാക്കന്മാരുടെ ദൈവം കർത്താവെ, അവരുടെ ദൈവം എന്ന് പറയത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ മഹാകൃപയിൽ അവരെ സൂക്ഷിച്ചു കൊള്ളണമേ. വർജനം ആചരിച്ച് യജമാനെ പ്രസാദിപ്പിച്ച് അവിടുത്തെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ വിഷയങ്ങളും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ചിറകും കീഴെ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ഈ നാളുകൾ ജീവിപ്പാൻ ആവശ്യമാകുന്ന ദൈവങ്ങൾ വന്ന് ഞങ്ങളെ താങ്ങിക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിൽ അടിയങ്ങൾ എവിടെയായിരുന്നാലുമൊക്കെ ദൈവകൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ കരുതിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദൈവതലങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദിവസത്തെ യോഗങ്ങളെ അനുഗ്രഹിക്കണം കർത്താവേ. എല്ലാ നിലയിലും എന്റെ ദൈവത്തിന്റെ നാമം ഞങ്ങളിൽ മഹത്വപ്പെടുത്താൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോണ്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം.
മനസ്സലിവുടെ വന്ദനം നിനക്കാമേൻ. ആമേൻ. മനസ്സലിവുടെ മഹോന്നത പരമേ വന്ദനം നിനക്കാമേൻ. കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന ശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയ്ക്കാവലും നമ്മോട് പ്രാർത്ഥന വിഷയമുള്ള ദിവസങ്ങളുടെ എല്ലാ ഭവനങ്ങളോടും ലോകപ്പാടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവിന് അവരെ നേരിട്ടുണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് പകൽക്കാലം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ